വെരി ഗുഡ് ഈവനിങ്. അന്നേരം നമ്മുടെ ഓപ്പറേറ്ററിൽ ഇപ്പം സിലബസിൽ വന്ന മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓട്ടോമൊബൈൽ പോർഷൻസ് മാറ്റിയിട്ടാണ് നമുക്ക് ഈ മെക്കാനിക്കൽ പോർഷൻസ് വന്നത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പമ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ മെക്കാനിക്കലിൽ 5 മോഡ്യൂൾസ് ഉള്ളതിൽ ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും ഫിഫ്ത്ത് മോഡ്യൂളിലും പമ്പിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ, ദെൻ റോട്ടോഡൈനാമിക് പമ്പുകൾ, അതിൻ്റെ റീകണ്ടീഷനിങ്, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കുറേ ഡീപ്പ് ഏരിയാസും ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും ആദ്യം തന്നെ നമുക്ക് പമ്പും അതിന്റെ ക്ലാസിഫിക്കേഷൻ അവിടുന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബേസിക്സ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇൻ ഡീപ്പ് കുറേ കാര്യങ്ങളുണ്ട്, ഇതിന്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം അതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിന് നെക്സ്റ്റ് ലെവലുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് മെക്കാനിക്കലിലെ ഈ 5 മോഡ്യൂളിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് റിഗാർഡിങ് പമ്പാണ്. പമ്പി എന്നുള്ള ടോപ്പിക്കാണ് മെക്കാനിക്കൽ ഏറ്റവും കൂടുതൽ അതിൽ വരുന്നത്. ഓക്കെ, അന്നേരം ഇലക്ട്രിക്കലുകാർക്ക് ഒന്നുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം വെച്ചാൽ അവര് പമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പമ്പ് എന്ന് പറയുന്നത്. ബട്ട് ക്വസ്റ്റ്യൻ ഇൻ തിയറി, ഇൻ ഡീപ്പ് കാര്യങ്ങൾ നോക്കുമ്പോൾ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും അറിയാത്ത ഒരു ശരിക്ക് കാര്യങ്ങളുണ്ട്. കുറെ ഇൻ ഡീപ്പ് ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്ക് പമ്പിന്റെ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പമ്പ് എന്താണ്, ആക്ച്വലി അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷനിൽ തന്നെ നമുക്ക് മെയിൻ സ്ട്രീം ആണ് ഈ ഡൈനാമിക്, റോട്ടോഡൈനാമിക്കും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റും. ദെൻ റെസിപ്രോക്കേറ്റിംഗ്, അതിന്റെ ബേസിക്സ് കുറെ കാര്യങ്ങൾ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ കുറച്ച് ബേസിക്സ്. ദെൻ സെൻട്രിഫ്യൂഗൽ എന്ന് നമ്മൾ എൻ്റർ ചെയ്യുക, കുറച്ച് സമയം അനുസരിച്ച് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കഴിഞ്ഞിട്ട് സെൻട്രിഫ്യൂഗലിന്റെ കുറച്ച് ഭാഗവും ബാക്കി MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സെൻട്രിഫ്യൂഗലും ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിലബസിലുള്ളത്. റെസിപ്രോക്കേറ്റിംഗ് ജസ്റ്റ് ഒരു വാക്ക് മാത്രമേ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള വാക്ക് സിലബസിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പും കൂടെ നമ്മൾ ഇന്ന് പറയുന്നത്. ഇത് കൂടാതെ റോട്ടറി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളുണ്ട്. അതിലൂടെ നമുക്ക് വരാം. അന്നേരം നമുക്ക് ആദ്യം തന്നെ എന്താണ് പമ്പ് എന്ന് പറയാം. ഓക്കെ, പമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈഡ്രോഡൈനാമിക് മെഷീൻ ആണ്. ഇതിൽ എന്ത് എനർജി കൺവേർഷൻ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, നമ്മൾ നോർമലി പമ്പ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പോയി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യല്ലേ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ പമ്പിന്റെ പ്രൈം മൂവർ എന്ന് പറയുന്നത് ഒരു മോട്ടറാണ്. പ്രൈം മൂവർ എന്ന് പറയുന്ന മോട്ടറാണ്. ആ മോട്ടറിലോട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നത്. അന്നേരം ആ മോട്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മോട്ടർ സ്വിച്ച് കൊണ്ട് ഓൺ ചെയ്തപ്പോൾ അതിൽ കറണ്ട് ചെന്നു, മോട്ടർ എന്ത് ചെയ്തു, ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് റൊട്ടേഷൻ ആണ്, ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആണ് എന്തായി മാറിയത്, മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ആ മെക്കാനിക്കൽ എനർജിയെ പമ്പ് എന്താക്കി മാറ്റും? ഹൈഡ്രോളിക് എനർജി. ഹൈഡ്രോളിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിന് പല രീതിയിലുള്ള എനർജി, അതിന് പ്രഷർ എനർജി കൊടുക്കാം, കൈനറ്റിക് എനർജി കൊടുക്കാം, പൊട്ടൻഷ്യൽ എനർജി കൊടുക്കാം. അന്നേരം ഇതെല്ലാം ഈ വാട്ടറിന് വരുന്ന പ്രഷർ എനർജി റൈസ്, കൈനറ്റിക് എനർജി റൈസ്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് വരുന്ന റൈസിനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് ആരെന്ന് പറയുന്നത്, ഹൈഡ്രോളിക് എനർജി. അന്നേരം ബേസിക്കലി പമ്പ് ആണെങ്കിൽ, പമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് എനർജിയെ മാറ്റുന്നു? മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആക്കി മാറ്റുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത് തിരിച്ചാണെങ്കിൽ ഏതാണ് മെഷീൻ? ഇപ്പൊ ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്ന മെഷീൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഹൈഡ്രോളിക് ടർബൈനുകളാണ്. ടർബൈനുകൾ, നമ്മളെ ഇടുക്കി ഡാമിൽ നിന്നെല്ലാം വെള്ളം പോയി, വെള്ളം നമ്മളൊരു ഹൈറ്റിൽ നിന്ന് കൊണ്ടുപോയി ആ വാട്ടറിന്റെ പവർ യൂസ് ചെയ്ത്, എന്നുവെച്ചാൽ ഹൈഡ്രോളിക് എനർജി യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു റണ്ണറിനെ കറക്കുകയും ആ റണ്ണറിനെ നമ്മളൊരു ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്യുകയും അവിടുന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ റിവേഴ്സ്ഡ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ പമ്പിന്റെ റിവേഴ്സ്ഡ് മോഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്, ടർബൈൻ എന്ന് പറയുന്നത്. അന്നേരം ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അന്നേരം ഇതെല്ലാവരും മനസ്സിലാക്കുക. ദ പമ്പ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹൈഡ്രോളിക് എനർജി. അന്നേരം പമ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്ന മെക്കാനിക്കൽ എനർജിയാണ്, അത് കൊടുക്കുന്ന മോട്ടറാണ്. ഓക്കെ,
മോട്ടറിനെ പറ്റിയൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ പാർട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അന്നേരം പമ്പ് ബേസിക്കലി നമ്മൾ ഇങ്ങനെ കൺവേർഷൻ ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നത്? നീഡ് ഓഫ് ദ പമ്പ് എന്താണ്? നമ്മൾ എപ്പോഴും നമുക്ക് ഒരു എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് വെള്ളത്തിന് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇപ്പൊ ലോവർ ഒരു വെല്ലിലോ ഒരു സമ്പിലോ കിടക്കുന്ന ഒരു ലോവർ എലിവേഷനിലുള്ള വാട്ടറിന് നമ്മൾ ഹയർ എലിവേഷനുള്ള ഒരു ടാങ്കിലോട്ട്, നമുക്കൊരു ഓവർ ഹെഡ് ടാങ്കിലോട്ട് എത്തിക്കണം. പക്ഷെ ഇവിടെ ലോവർ ലെവൽ, ഗ്രൗണ്ട് ലെവലിലോ അതിന്റെ താഴത്തെ ലെവലിലോ നിൽക്കുന്ന വെള്ളത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് പമ്പ് ചെയ്ത് നമുക്കൊരു ഓവർ ഹെഡ് ലെവലിലോട്ട് എത്തിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ആണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? പമ്പിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഒരു മൂവ് ദി ലിക്വിഡ് ഫ്രം എ ലോവർ എലിവേഷൻ ടു എ ഹയർ എലിവേഷൻ. ഒരു ലോവർ എലിവേഷനിൽ നിന്ന് ഹയർ എലിവേഷനിലോട്ട് മൂവ് ചെയ്യാനാണ് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ടാണ് വെള്ളത്തിനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. പ്രഷർ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ലിക്വിഡ്സിന്റെ ഫ്ലോ എപ്പോഴും നടക്കുന്നത് ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലോട്ടാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എപ്പോഴും ഫ്ലോ ഓഫ് ലിക്വിഡ് ഒക്കർ ചെയ്യുന്നത് ഹൈ പ്രഷർ റീജിയണിൽ നിന്ന്. ഇപ്പൊ ഒരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ടെങ്കിൽ അവിടുന്ന് എപ്പോഴും ലിക്വിഡ് എങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ ഉള്ള ടെൻഡൻസി ആണെങ്കിൽ ലോ പ്രഷർ റീജിയനിലോട്ട് ഫ്ലോ നടക്കും. എപ്പോഴും ലിക്വിഡ് ഫ്ലോ നടക്കുന്നത് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലോട്ടാണ്. ടു ഇൻക്രീസ് ദ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോ റേറ്റ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഫ്ലോ റേറ്റ്, എപ്പോഴും ഫ്ലോ റേറ്റ്. നമുക്കിപ്പം നമ്മൾ വീട്ടിലൊക്കെ ഒരു ടാപ്പ് തുറക്കാറുണ്ട് അല്ലേ? നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ നമ്മൾ ടാപ്പ് തുറക്കുവാണെങ്കിൽ വെള്ളം വീഴാറുണ്ട് അല്ലേ? നമ്മൾ ഒരു സെക്കൻഡില് എത്രത്തോളം വോളിയം ഓഫ് വാട്ടർ, എത്രത്തോളം നമ്മളിപ്പം ചെറുതായിട്ട് ടാപ്പ് തുറന്നപ്പോൾ കുറച്ച് വെള്ളം ബീക്കറിലോട്ട്, ഒരു ബക്കറ്റിലോട്ട് വീണു. അന്നേരം ഞാൻ പറയുന്നു, എത്ര വോളിയം ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്തു? എത്ര വോളിയം ഓഫ് വാട്ടർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഈ പൈപ്പിൽ കൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു? അതിനെയാണ് നമ്മൾ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്ലോ റേറ്റിനെ പറയുന്ന അതർ നെയിം ആണ് ഡിസ്ചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ്. ഇതിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ വോളിയം പെർ സെക്കൻഡ് ആണ് നമ്മൾ എടുക്കുന്നത്. വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ ക്യൂബ് വരാം, mm³ വരാം. അന്നേരം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വരാം ഇതിന്റെ യൂണിറ്റ്. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജിന്റെ യൂണിറ്റ് വരാം. സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അതിന്റെ യൂണിറ്റ് വരാം. mm³ പെർ സെക്കൻഡ് അതിന്റെ യൂണിറ്റ് വരാം. കാര്യം എന്ന് വെച്ചാൽ യൂണിറ്റ് ഒക്കെ അങ്ങനെ കയറി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. പിന്നെ ലിറ്റേഴ്സ് പെർ സെക്കൻഡ്, ഇറ്റ്സ് ഓൾസോ എന്താണ്? ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ഓൾസോ ദ യൂണിറ്റ് ഓഫ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ ഫ്ലോ പെർ സെക്കൻഡിനെയാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അന്നേരം ബേസിക്കലി പമ്പിന്റെ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോവർ എലിവേഷൻ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, ക്ലിയർ ആയിട്ട് കേൾക്കുക. ലോവർ ലെവലിലുള്ള വാട്ടറിന് ഹയർ ലെവലിലോട്ട് എത്തിക്കാനായിട്ട്, അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫ്ലോ റേറ്റ് കൂട്ടുക എന്ന് വെച്ചാൽ നമ്മളൊരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിന് നമ്മൾ റേറ്റ് കൂട്ടിയിട്ട് നമ്മൾ പല പമ്പുകൾ യൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പമ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇപ്പൊ ചില പമ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുമായിരിക്കും. ചിലത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 10 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. പല ടാങ്ക് ഒരേ ടാങ്ക് നിറയ്ക്കാൻ പല പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പല ഇതാണ് കിട്ടുന്നത്. അന്നേരം അത് കൂട്ടിയാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോ പ്രഷർ പമ്പിനെ നമുക്ക് പ്രഷർ ചേഞ്ച് വരുത്തി നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ നീഡുകൾ എന്ന് പറയുന്നത്. ഞാൻ പമ്പ് എന്താന്ന് പറഞ്ഞു, അതിന്റെ നീഡ്, ആവശ്യകത എന്താന്ന് പറഞ്ഞു, ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ, അതിന്റെ യൂണിറ്റുകളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ മെയിൻ ഡിഫറൻസ്. മെയിൻ ആയിട്ടുള്ള പമ്പിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനിലോട്ടാണ് വരുന്നത്. പമ്പിനെ ബേസിക്കലി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഈ ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പമ്പ് സിലബസിലുള്ള PSCക്കൊക്കെ എപ്പോഴും ഈ റോട്ടോഡൈനാമിക് അല്ലെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആ സിലബസിൽ വരുന്ന പോസ്റ്റുകളിൽ. അന്നേരം മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റോട്ടോഡൈനാമിക് അല്ലെങ്കിൽ ഡൈനാമിക്.
അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അന്നേരം അതിലോട്ടാണ് വരുന്നത്. ഞാൻ റോട്ടോഡൈനാമിക്കും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റും എന്താണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞുതരാം. ഓക്കെ, അന്നേരം ആദ്യം തന്നെ നമുക്ക് റോട്ടോഡൈനാമിക് എന്താണെന്ന് പറഞ്ഞുതരാം. റോട്ടോഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് റോട്ടോ, ഇറ്റ് ഷുഡ് ഹാവ് എ റൊട്ടേറ്റിംഗ് മെമ്പർ. ഈ റോട്ടോഡൈനാമിക്കിൽ എപ്പോഴും ഒരു റൊട്ടേറ്റിംഗ് മെമ്പർ കാണും. ഓക്കെ, ആ റൊട്ടേറ്റിംഗ് മെമ്പറിന്റെ പേര്, സെൻട്രിഫ്യൂഗൽ പമ്പ് ആണെങ്കിൽ ആ റൊട്ടേറ്റിംഗ് മെമ്പറിന്റെ പേര് ഇംപെലർ എന്നാണ്. ഓക്കെ, റോട്ടോഡൈനാമിക്കില് പേര് തന്നെ ഉണ്ട്, അതിലൊരു റൊട്ടേറ്റിംഗ് മെമ്പർ ആണ്. ചെറിയ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട്, മെഷീൻ എലമെന്റ് ഉണ്ട്. ആ മെഷീൻ എലമെന്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ റൊട്ടേറ്റ് ചെയ്യുന്ന മെമ്പറിനോട് അടുത്ത് വരുന്ന വെള്ളവും എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മെമ്പറിന് എന്ത് കിട്ടും? ആ മെമ്പറിന്റെ റൊട്ടേഷൻ കാരണം വെള്ളത്തിനൊരു വെലോസിറ്റി കിട്ടും. അത് കാരണം അതിന്റെ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞ ഇത്രയാണ്. റോട്ടോഡൈനാമിക് പമ്പ് ആണെങ്കിൽ അതിൽ റൊട്ടേറ്റിംഗ് എലമെന്റ് ഉണ്ട്, മെഷീൻ എലമെന്റ് ഉണ്ട്. ആ മെഷീൻ എലമെന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനോട് അടുത്തുള്ള വെള്ളവും റൊട്ടേറ്റ് ചെയ്യും, അതിനൊരു വെലോസിറ്റി കിട്ടും. അതുവഴി അതിനെന്ത് കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും. ആ കൈനറ്റിക് എനർജിയെ നമ്മളൊരു കേസിങ്ങിലോട്ട് കൊണ്ടുവന്ന് കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഹയർ പ്രഷർ ആ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ലോ പ്രഷർ റീജിയനിലോട്ട് പറഞ്ഞു വിടുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പമ്പിനെയാണ് നമ്മൾ ഡൈനാമിക് അല്ലെങ്കിൽ റോട്ടോഡൈനാമിക് പമ്പുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഇതിലൊരു റൊട്ടേറ്റിംഗ് മെമ്പർ കാണും, അതിനെ നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് മെമ്പർ കാണും. ഈ റൊട്ടേറ്റിംഗ് മെമ്പർ റൊട്ടേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് ഇതിന്റെ കൂടെയുള്ള വെള്ളം, വാട്ടർ റൊട്ടേറ്റ് ചെയ്യും. വാട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് കൈനറ്റിക് എനർജി കിട്ടും. ആ കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ എനർജി. ആ കൈനറ്റിക് എനർജി നമ്മൾ പിന്നെ പ്രഷർ എനർജി ആയിട്ട് മാറ്റും. ആ പ്രഷർ എനർജി ആയിട്ട് മാറ്റിയിട്ട് ആ പ്രഷർ എനർജിയെ കൊണ്ട് വെള്ളത്തിനെ ലിഫ്റ്റ് ചെയ്ത് വാട്ടറിനെ അല്ലെങ്കിൽ ഏതാണ് വർക്കിംഗ് ഫ്ലൂയിഡ് ആ വർക്കിംഗ് ഫ്ലൂയിഡിനെ ലിഫ്റ്റ് ചെയ്ത് ഒരു ഹയർ എലിവേഷനിലോട്ട്, ഒരു ഹയർ ഹൈറ്റിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ തരത്തിലുള്ള പമ്പുകളെ പറയുന്ന പേരാണ് റോട്ടോഡൈനാമിക്. ഓക്കെ, അന്നേരം ഈ കൈനറ്റിക് എനർജി ടു പ്രഷർ എനർജി നടക്കുന്നത് പമ്പിന്റെ കേസിങ്ങിലാണ്. ഓക്കെ, ഇതാണ് റോട്ടോഡൈനാമിക്കിന്റെ ഒരു കോമൺ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ആണെങ്കിൽ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉള്ള പമ്പുകളുണ്ട്, ചിലപ്പോൾ റോട്ടറി മോഷൻ ഉള്ള പമ്പുകളും ഉണ്ട് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിൽ. പക്ഷേ ഇവിടെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ കൈനറ്റിക് എനർജിയെ കൂട്ടി ആ കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജി ആക്കി മാറ്റി എന്നിട്ടല്ല പമ്പിങ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് വോളിയം ഓഫ് വാട്ടറിന്, ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് വാട്ടറിനെ നമ്മൾ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ട്രാപ്പ് ചെയ്യും. ആ ട്രാപ്പ് ചെയ്തിട്ട് ആ വെള്ളത്തെ നമ്മൾ പുഷ് ചെയ്ത് വിടും. പുഷിങ് ആക്ഷൻ കൊണ്ടാണ് ഇവിടെ പമ്പിങ് നടക്കുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൈനറ്റിക് എനർജി കൂട്ടി ആ കൈനറ്റിക് എനർജിയെ പിന്നെ പ്രഷർ എനർജി ആയിട്ട് മാറ്റി ആ പ്രഷർ എനർജിയുടെ ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് നമ്മൾ ലോ പ്രഷർ റീജിയനിലോട്ട് വെള്ളം ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതാണ് റോട്ടോഡൈനാമിക്. പക്ഷെ ഇവിടെ നമ്മളൊരു ഫിക്സഡ് വോളിയത്തിലോട്ട് വെള്ളത്തിനെ ട്രാപ്പ് ചെയ്ത് ആ ട്രാപ്പ് ചെയ്ത വാട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ആ വാട്ടർ പ്രഷറൈസ്ഡ് ആയിട്ട് ഒരു മൂവബിൾ ബൗണ്ടറിയിൽ മൂവ് ചെയ്ത് പുഷ് ചെയ്തും കളഞ്ഞു, പുഷിങ് ആക്ഷൻ മൂലം. അങ്ങനെ ഫ്ലൂയിഡിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഇതിന്റെ ഓരോ ടൈപ്പ് പമ്പ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് ആക്ച്വലി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ക്ലിയർ ആകുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു റൊട്ടേറ്റിംഗ് മെമ്പർ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ കൈനറ്റിക് എനർജിയെ കൂട്ടി കൈനറ്റിക് എനർജി വഴി അതിനെ പ്രഷർ എനർജി ചേഞ്ച് ആക്കി മാറ്റി കേസിങ്ങിൽ കൊണ്ടുവന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ ഓരോ പമ്പിന്റെ വർക്കിങ്ങിൽ പറഞ്ഞുതരാം. പ്രഷർ എനർജി റൈസ് ആക്കി മാറ്റിയിട്ട് ആ പ്രഷർ എനർജിയുടെ റൈസ് കൊണ്ട് വാട്ടർ ഫ്ലോ ചെയ്ത് വേറൊരു ഹൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് റോട്ടോഡൈനാമിക്. ബട്ട് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് വോളിയം ഓഫ് വാട്ടറിനെ നമ്മളൊരു ക്യാവിറ്റിയിൽ ട്രാപ്പ് ചെയ്തു. വേണമെങ്കിൽ ഞാൻ എൻ്റെ എക്സാമ്പിൾ, ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്, ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ വാട്ടർ നമ്മൾ സക്ക് ചെയ്തെടുക്കും. ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞ ആ ഒരു നമ്മൾ സക്ഷൻ പൈപ്പ് വഴി വെള്ളത്തിനെ നമ്മൾ സക്ക് ചെയ്ത് സിലിണ്ടറിന്റെ അകത്തോട്ട് എടുത്തു എന്ന് വെച്ചോ. ആ സക്ക് ചെയ്ത വാട്ടറിന് ഈ പിസ്റ്റന്റെ എന്ത് ചെയ്യും മൂവ്മെന്റ് കാരണം ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള മൂവ്മെന്റ് ആണ് പ്രഷറൈസ് ചെയ്ത് ആ ബൗണ്ടറിയിലോട്ട് തള്ളി വിടുകയാണ്, പ്രസ് ചെയ്ത് വിടുവാണ്.
ആ പ്രസ് ചെയ്ത് ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ ആ ഫിക്സഡ് വോളിയത്തിലോട്ട് പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എവിടെയാണോ ക്യാവിറ്റി ബൗണ്ടറി ഓപ്പൺ ആയിട്ടുള്ള ആ ഓപ്പൺ ബൗണ്ടറിയിലോട്ട് വെള്ളം ഫ്ലോ ചെയ്യും. അങ്ങനെ പുഷിങ് ആക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് സ്ക്യൂസ് ചെയ്ത് ഒരു ഫിക്സഡ് വോളിയത്തിനെ തള്ളിവിടുന്ന പ്രോസസ് ആണെങ്കിൽ അതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം റോട്ടോഡൈനാമിക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, അന്നേരം ഈ റോട്ടോഡൈനാമിക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റിംഗ് മെമ്പർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും നമുക്ക് കിട്ടുക. റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ഫ്ലോ. നമ്മളെ സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ല റോട്ടോഡൈനാമിക്കിന്റെ എക്സാമ്പിൾ ആണ്. നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ പമ്പുകളെല്ലാം, വീട്ടിൽ നമ്മൾ കിണറ്റിൽ വെച്ചേക്കുന്ന എല്ലാം സെൻട്രിഫ്യൂഗൽ പമ്പുകളാണ്. അന്നേരം അതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ? റോട്ടോഡൈനാമിക്. അവിടുത്തെ റൊട്ടേറ്റിംഗ് എലമെന്റിന്റെ പേര് ഇംപെല്ലർ എന്നാണ്. ഇവിടെ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? കൈനറ്റിക് എനർജിയിൽ നിന്നാണ് പ്രഷർ എനർജി ആവുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ദ ലിക്വിഡ് ആണ് പ്രഷർ എനർജി ആയിട്ട് മാറുന്നത്. അതൊരു ഇൻക്രീസിങ് ഏരിയയിലോട്ട് കൊടുത്തിട്ടാണ്. അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതേസമയം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിലാണെങ്കിൽ എന്താണ്? ലിക്വിഡ് നമ്മളൊരു ഓപ്പൺ ക്യാവിറ്റിയിലോട്ട് ട്രാപ്പ് ചെയ്തതിന് ശേഷം ആ ക്യാവിറ്റിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്ത് കളയുകയാണ്. ആ പുഷിങ് ആക്ഷൻ മൂലമാണ് പമ്പിങ് നടന്നതെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ലിക്വിഡിലോട്ട്, അല്ലാതെ കൈനറ്റിക് എനർജി കൂട്ടി അങ്ങനല്ല. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? റോട്ടോഡൈനാമിക്കിലും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഹലോ, ഓക്കെ. അന്നേരം ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞോളൂ. പറഞ്ഞോ. ആരാ? ഹലോ, സ്ഥലം ഇപ്പം കിട്ടുന്നില്ലെങ്കിലേ നമുക്ക് ക്ലാസ് എൻഡിൽ ചോദിച്ചാൽ മതി. ഇപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഹലോ, ഓക്കെ. ഒന്ന് നെറ്റ്വർക്ക് ഉള്ളിടത്തിരിക്കും കേട്ടോ. ക്ലാസിന്റെ എൻഡിൽ ഞാൻ വരാം സനിലോട്ട് കേട്ടോ. ഓക്കെ. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ട. ഞാൻ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ്, മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഗ്രാഫ്, ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ആക്ച്വലി. ഓക്കെ, ഇതില് ഏത് ടൈപ്പ് ഓഫ് പമ്പ് ഏതിൽ പെടുന്നതാണ് എന്നുള്ള രീതിയിലായിരിക്കും ആ ക്വസ്റ്റ്യൻ വരിക. ഇപ്പൊ ഏതെങ്കിലും റോട്ടോഡൈനാമിക് പമ്പിൽ പെടുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെൻഷൻ ദ റോട്ടോഡൈനാമിക് പമ്പ് ഫ്രം ദ ഫോളോയിങ്, അല്ലെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ഫ്രം ദ ഫോളോയിങ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ നിന്നുണ്ട്. സോ ഇതിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം പമ്പിനെ ബേസിക്കലി റോട്ടോഡൈനാമിക് എന്നും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയാം. ഇത് റോട്ടോഡൈനാമിക് ആണെങ്കിൽ നമ്മൾ ഡൈനാമിക് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡൈനാമിക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വൺ ആൻഡ് അതർ ഫോഴ്സ്. പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയുടെയും ചേഞ്ച് കാരണം വരുന്ന ഒരു ഡൈനാമിക് ഫോഴ്സ് ലിക്വിഡിലോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റോട്ടോഡൈനാമിക് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇത് സ്റ്റാറ്റിക് പ്രഷർ ആണ് അപ്ലൈ ചെയ്യുന്നത്. സ്ക്യൂസിങ് ആക്ഷൻ ആണ്, പ്രസ്സിങ് ആക്ഷൻ ആണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഒരു റൊട്ടേറ്റിംഗ് മെമ്പറോ ഒരു റെസിപ്രോക്കേറ്റിംഗ് മെമ്പറോ വഴി നമ്മൾ അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ്. നമ്മളൊരു വണ്ടി തള്ളുന്നു, വണ്ടിയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? വണ്ടി മൂവ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിൽ. അന്നേരം റോട്ടോഡൈനാമിക് പമ്പുകൾ റേഡിയൽ ഫ്ലോ ആയിരിക്കാം, ആക്സിയൽ ഫ്ലോ ആയിരിക്കാം, മിക്സ്ഡ് ഫ്ലോ ആയിരിക്കും. ഇത് ക്ലാസിഫിക്കേഷനിൽ ഇത് മൂന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അന്നേരം റേഡിയൽ ഫ്ലോ ആയിരിക്കാം, മേ ബി ആക്സിയൽ ഫ്ലോ ആയിരിക്കാം, മേ ബി മിക്സ്ഡ് ഫ്ലോ ആയിരിക്കാം. ഇതിന്റെ എക്സാമ്പിളുകൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സെൻട്രിഫ്യൂഗൽ പമ്പ്, ജെറ്റ് പമ്പ്, പ്രൊപ്പല്ലർ പമ്പ്, ടർബൈൻ പമ്പ്. ഇത് നാലും എന്തിന്റെ എക്സാമ്പിളുകളാണ്? റോട്ടോഡൈനാമിക് പമ്പുകളുടെ എക്സാമ്പിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. this four, sorry, 3 അല്ല 4. Centrifugal pump, jet pump, propeller pump, then turbine pump. They are example for rotodynamic pump. ഇനി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ആണെങ്കിൽ ഇവിടെ റോട്ടറി ആക്ഷൻ വഴിയും റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ വഴിയും എന്ത് നടക്കാം? ഈ പ്രസ്സിംഗ് ആക്ഷൻ നടത്താം. ഓക്കെ, അന്നേരം റോട്ടറി പമ്പിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് വഴിയാണ്, ഒരു പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ്, ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് വഴിയാണ് ഇതിനെ വെള്ളത്തിനെ നമ്മൾ പ്രസ് ചെയ്ത് അങ്ങോട്ട് ഇഞ്ഞുമ്പോ അതിനെ പുഷ് ചെയ്ത് വിടുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ആണ്. അതേസമയം ഒരു ഗിയറിന്റെയോ നമ്മളതിൽ ഗിയറോ ലോബോ അത് കണക്കുള്ള ഇതിന്റെ റോട്ടറി മോഷൻ വഴി വെള്ളത്തിനെ പുഷ് ചെയ്ത് വിടുന്നു. ഈ റോട്ടറി മോഷൻ വഴി വെള്ളത്തിനെ പുഷ് ചെയ്ത് വിടുകയാണെങ്കിൽ ആ ടൈപ്പ് പമ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോട്ടറി ടൈപ്പ്
പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, വെയിൻ പമ്പ്, ലോബ് പമ്പ്. ഇതൊക്കെ ഈ ഗിയർ പമ്പുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ വിസ്കസ് ആയിട്ടുള്ള നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പുകളാണ്. അതെല്ലാം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണ്. റോട്ടോഡൈനാമിക് അവിടെ റോട്ടറി ആക്ഷൻ ആണെങ്കിലും അവിടെ ഇതിന്റെ കൈനറ്റിക് എനർജി കൂട്ടി അതിനെ പ്രഷർ എനർജി ആയിട്ട് മാറ്റി അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്. റോട്ടറി മോഷൻ ആണെങ്കിൽ കൂടി ഇവിടെ എന്ത് ചെയ്യുന്ന ഈ ഫിക്സഡ് ഏതാണ്ട് ഈ ഒരു സ്പേസിൽ ഇതിന്റെ കേസിങ് കാണും കണ്ടോ, ഇങ്ങനെ രണ്ട് ഗിയറുകൾ ഏതാണ്ട് ഇങ്ങനെ 2 ഗിയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് കരുതിക്കും. ഇതൊരു കേസിങ് ഉണ്ടാവും, ഇതിലൊരു കേസിങ് ഉണ്ടാവും. ഇവിടുന്ന് വെള്ളത്തിന് ഈ ഒരു പാർട്ടിൽ ഇതാണ്ട് ഈ 2 ഗിയറിന്റെ ഇടയ്ക്ക് നമ്മൾ ട്രാപ്പ് ചെയ്യും. ഇതിന്റെ മൂവ്മെന്റ് കാരണം, ഇതിന്റെ റൊട്ടേഷൻ കാരണം ഈ 2 ഗിയറിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ട്രാപ്പ് ചെയ്തിട്ട് ആ ട്രാപ്പ് ചെയ്ത വാട്ടറിന് അല്ലെങ്കിൽ ആ ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് തള്ളി ഈ വഴി അങ്ങോട്ട് വിടും. ഇങ്ങനെയാണ് അവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അന്നേരം റോട്ടറി മോഷൻ ആണെങ്കിൽ കൂടി അവിടെ നടക്കുന്നത് പുഷിങ് ആക്ഷൻ ആണ്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പറയാൻ കാര്യം, ഇതിൽ നിന്ന് വളരെ നല്ല ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അന്നേരം റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പിന്റെ എക്സാമ്പിളുകളാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഡയഫ്രം പമ്പ്. ഡയഫ്രം പമ്പ് എന്ന് വെച്ചാൽ ഈ റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ മാറ്റിയിട്ട് ഡയഫ്രം വെച്ച് കഴിഞ്ഞാൽ അത് ഡയഫ്രം പമ്പായി. ദെൻ ബക്കറ്റ് പമ്പ്. ബക്കറ്റ് പമ്പാണ് നമ്മൾ ഹാൻഡ് പമ്പ്. നമ്മൾ പണ്ടൊക്കെ നമ്മളെ റോഡ് അരികിലൊക്കെ നമ്മൾ ഇങ്ങനെ ഹാൻഡ് വെച്ച് ഇങ്ങനെ കുഴൽ കിണറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പണ്ട് വാട്ടർ അതോറിറ്റി പണ്ടൊക്കെ കുഴൽ കിണർ ഇട്ടിട്ട് നമ്മൾ ഹാൻഡ് മൂവ്മെന്റ് കൊണ്ട് നമ്മൾ പമ്പ് ചെയ്തെടുക്കത്തില്ലേ, അതിനാണ് ഈ ബക്കറ്റ് പമ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. അന്നേരം ഞാൻ ഇനി പോകുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ടൈപ്പിലോട്ടാണ്, ക്ലാസിഫിക്കേഷനിലോട്ടാണ്. ഓക്കെ, അന്നേരം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് സ്ലൈഡ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് സെൻട്രിഫ്യൂഗൽ ആണ് കേട്ടോ. സെൻട്രിഫ്യൂഗൽ, സബ്മേഴ്സിബിൾ അതിനൊക്കെയുള്ള പമ്പുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബട്ട് റെസിപ്രോക്കേറ്റിംഗ് നമുക്ക് അതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്നുള്ളൊരു വേർഡ് കൊടുത്തിട്ടുണ്ട് സിലബസിൽ. അന്നേരം അതിൽ നിന്ന് കയറി ചോദിക്കാം എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന എന്ന് അറിഞ്ഞോളൂ. അതായത് ഇതുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് ബേസിക് കാര്യങ്ങളും അതുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, അന്നേരം റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത് ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. ഇതിൽ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്, പിസ്റ്റന്റെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് മൂലമാണ്. അല്ലെ പിസ്റ്റന് പകരം പ്ലഞ്ചർ വെക്കുകയാണെങ്കിൽ അത് പ്ലഞ്ചർ പമ്പാവും. ഓക്കെ, അന്നേരം പിസ്റ്റന്റെ ഈ പിസ്റ്റന്റെ ഇത് കണക്കൊരു പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൺ ഡിവൈസ് എങ്കിൽ ഈ പിസ്റ്റന്റെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് മൂലമാണ് ഇവിടെ എന്ത് നടക്കുന്നത്, പമ്പിങ് നടക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ പ്ലഞ്ചർ പമ്പ്, പിസ്റ്റണെ മാറ്റിയിട്ട് പ്ലഞ്ചർ ആക്കുകയാണെങ്കിൽ പ്ലഞ്ചർ പമ്പ് എന്ന് പറയും. ഇത് ലൈറ്റ് ഓയിൽ പമ്പ് ചെയ്യാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വെച്ചാൽ ലൈറ്റ് ഓയിൽ പമ്പിങ്, ഫീഡ് സ്മോൾ ബോയിലേഴ്സ്, ബോയിലർ ഫീഡ് കണ്ടൻസറിനെയൊക്കെ ഇത് റിട്ടേൺ വെച്ചാൽ ബോയിലറിൽ യൂസ് ചെയ്യാനായിട്ട്, ബോയിലറിൽ കണ്ടൻസറിലോട്ട് കണ്ടൻസറിൽ നിന്നുള്ള വെള്ളത്തിനെ ബോയിലറിൽ എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് വയ്ക്കും, സ്മോൾ പമ്പ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് യൂസ് ചെയ്യാം. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. ഞാൻ ഇതിന്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാം. അന്നേരം ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എല്ലാം സെൽഫ് പ്രൈംഡ് ആണ്. പ്രൈമിങ് നമ്മൾ ഇനി വരുന്നതേ ഉള്ളൂ. ആക്ച്വലി അതായത് ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ. സെൽഫ് പ്രൈംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിന് മുമ്പേ വെള്ളമൊക്കെ നിറയ്ക്കേണ്ടി വരുമായിരുന്നു അല്ലേ. നമ്മൾ ആ കേസിങ് മൊത്തവും പൈപ്പും സക്ഷൻ പൈപ്പും മൊത്തത്തിൽ വെള്ളം കൊണ്ട് നിറയ്ക്കാം, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അന്നേരം ഫുഡ് വാൽവിന് വല്ല കംപ്ലൈന്റും വന്ന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഈ വെള്ളം എന്ത് ചെയ്യും, ലീക്കായിട്ട് അങ്ങ് പോകും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഓൺ ചെയ്യണമെങ്കിൽ എപ്പോഴും നിറയ്ക്കേണ്ടി വരും. ഓക്കെ, അന്നേരം അങ്ങനെ പ്രൈമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വിധേയമാകണ്ടാത്ത പമ്പുകളെയാണ് സെൽഫ് പ്രൈംഡ് പമ്പുകൾ എന്ന് പറയുന്നത്. അന്നേരം എല്ലാ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളും സെൽഫ് പ്രൈംഡ് പമ്പുകളാണ് കേട്ടോ. എല്ലാം അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് എല്ലാം എന്താണ്, സെൽഫ് പ്രൈംഡ് ആണ്. ബട്ട് റോട്ടോഡൈനാമിക് പമ്പുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൈമിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, അന്നേരം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രൈമിങ്ങിന് വിധേയമാകേണ്ട പമ്പുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ പ്രൈമിങ് വേണ്ടാത്ത പമ്പുകൾ ഏതൊക്കെയെന്നും പറഞ്ഞും ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രൈം ചെയ്യേണ്ട പമ്പുകൾ ഏതൊക്കെയെന്നും പറഞ്ഞും ക്വസ്റ്റ്യൻ ചോദിക്കാം. അന്നേരം എല്ലാ ടൈപ്പ് പമ്പുകളും പഠിക്കുമ്പോൾ അതൊന്ന് ക്ലിയർ ആകും. ഓക്കെ, അന്നേരം ഇതിന്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാം. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാം. ഇത് 2 സ്ട്രോക്ക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പിസ്റ്റന്റെ മൂവ്മെന്റ് ഏതാണ്ട് ഇതിനെ ഞാൻ IDC, ഇന്നർ ഡെഡ് സെന്റർ എന്ന് കൊടുക്കുകയാണ്. പിസ്റ്റൺ ഈ എൻഡ് വരെ വരുന്ന, ലെഫ്റ്റ് എൻഡ് വരെ വരുന്ന
ലെഫ്റ്റിൽ വരെ വരുന്ന എൻഡിനെ ഞാൻ ഇന്നർ ഡെഡ് സെന്റർ എന്ന് കൊടുക്കുന്നു. ഇത് ഔട്ടറിലോട്ട് മൂവ് ചെയ്യുന്ന ഇവിടം വരെയാണെങ്കിൽ ഞാൻ അതിനെ ODC എന്ന് പറഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് പോയിന്റ്, റൈറ്റിൽ എത്ര പോയിന്റ് എവിടം വരാണോ പിസ്റ്റൺ പോകുന്നത് അതിനെ ഞാൻ എന്തെന്ന് പറഞ്ഞു, ODC എന്ന് പറഞ്ഞു. ഇത് നമ്മൾ 2 സ്ട്രോക്ക് വെച്ചിട്ടാണ് പറയുന്നത്, സക്ഷൻ സ്ട്രോക്കും ഡെലിവറി സ്ട്രോക്കും. അന്നേരം സക്ഷൻ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയാം. സക്ഷൻ സ്ട്രോക്കും ഡെലിവറി സ്ട്രോക്കും 2 സ്ട്രോക്ക് വഴിയാണ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറയുന്നത്. വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വരച്ച മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. പിസ്റ്റൺ IDC ടു ODC മൂവ് ചെയ്യും. ഇന്നർ ഡെഡ് സെന്റർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതാണ് പറയാൻ പോകുന്നത്. ഇതാണ് സക്ഷൻ പൈപ്പ്. സക്ഷൻ പൈപ്പിന്റെ എൻഡില് സിലിണ്ടറിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് സിലിണ്ടർ, ഇതാണ് പിസ്റ്റൺ. പിസ്റ്റണോട്ട് കണക്ട് ചെയ്ത പിസ്റ്റൺ റോഡ്. പിസ്റ്റൺ റോഡ് നേരെ ക്രാങ്കിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് പിസ്റ്റൺ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നത്. ക്രാങ്കിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളൊരു മോട്ടറിന് പ്രൈം മൂവർ ആയിട്ട് മോട്ടറിനെ യൂസ് ചെയ്യും. ഓക്കെ, അന്നേരം ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് റെസിപ്രൊക്കേറ്റ് ചെയ്യും, റോട്ടറി മോഷനെ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ ആക്കി മാറ്റും. കണക്ടിങ് റോഡിന്റെ റെസിപ്രൊക്കേറ്റിംഗ് ആയിട്ട് മാറ്റുന്ന ഏതാണ്, ക്രാങ്ക് ആൻഡ് കണക്ടിങ് റോഡ് മെക്കാനിസം ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ റോട്ടറി മൂവ്മെന്റിനെ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ ആയിട്ട് മാറ്റുന്നത്. ആ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, ഈ പിസ്റ്റണിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുവഴി പിസ്റ്റൺ സിലിണ്ടറിന്റെ അകത്ത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അന്നേരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സക്ഷൻ സ്ട്രോക്കിലെ കാര്യമാണ്. ഹലോ, പറഞ്ഞു സാറേ. ഇടയ്ക്ക് വോളിയം കട്ടായിരുന്നു, കുറച്ചൊന്നും പുറകോട്ട് പോകും. കേട്ടില്ല സാർ സംസാരിച്ചത്. എവിടെ തൊട്ടാ കേൾക്കാന്? പിസ്റ്റന ലെഫ്റ്റ് റൈറ്റ് പോകുന്നു, അതൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ 2 സ്ട്രോക്ക് വഴിയാണ് വർക്കിംഗ് നടക്കുന്നത് കേട്ടോ. 2 സ്ട്രോക്ക് വഴിയാണ് വർക്കിംഗ് നടക്കുന്നത്. 2 സ്ട്രോക്ക് എന്ന് വെച്ചാൽ സക്ഷൻ സ്ട്രോക്കും ഡെലിവറി സ്ട്രോക്കും. സക്ഷൻ സ്ട്രോക്കും ഡെലിവറി സ്ട്രോക്കും. സക്ഷൻ സ്ട്രോക്കിൽ എന്ത് നടക്കുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് IDC ടു ODC ആണ്. IDC ടു ODC, ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെന്ററിലോട്ട്. ഇവിടുന്ന് പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇവിടുന്ന് അകത്തോട്ട് മൂവ് ചെയ്യുന്നു. അകത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് സക്ഷൻ പൈപ്പ്. ഈ സക്ഷൻ പൈപ്പാണ് ഏതുമായിട്ട് കണക്ട് ചെയ്താക്കുന്നത്, എവിടുന്നാണോ നമുക്ക് വെള്ളം കൊണ്ടുവരേണ്ടത് ആ സംഭവമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സക്ഷൻ പൈപ്പ് കണക്ട് ചെയ്താക്കുന്നത്. ആ സക്ഷൻ പൈപ്പിന്റെയും സിലിണ്ടറിന്റെയും എൻഡിലായിട്ട് ഒരു വാൽവ് ഉണ്ട്, അതാണ് സക്ഷൻ വാൽവ്. ഇതൊരു 1 വേ വാൽവാണ്. 1 വേ വാൽവ് മീൻസ് വെള്ളത്തിനെ ഇങ്ങോട്ട് മാത്രമേ കടത്തിവിടത്തുള്ളൂ. ഓക്കെ, വെള്ളത്തിനെ സക്ഷൻ പൈപ്പിൽ നിന്ന് സിലിണ്ടറിലോട്ട് മാത്രമേ കടത്തിവിടത്തുള്ളൂ. റിവേഴ്സ് ഫ്ലോ നടത്തത്തില്ല, ഇവിടുന്ന് വെള്ളം തിരിച്ചു പോകത്തില്ല. അന്നേരം പിസ്റ്റൺ IDCയിൽ നിന്ന് ODCയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വെച്ചാൽ ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെന്ററിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ സിലിണ്ടറിന്റെ അകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം പ്രഷർ എന്ന് വെച്ചാൽ നെഗറ്റീവ് പ്രഷർ ആണ്. വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ ആണ്. ഓക്കെ, വാക്വം എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വിചാരിച്ചോണം അത് നെഗറ്റീവ് പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെയുള്ള പ്രഷറിനെയാണ് നമ്മൾ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അതിന് അതർവൈസ് കോൾഡ് വാക്വം. അന്നേരം പിസ്റ്റന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഇതിപ്പോ നല്ല സ്പീഡിലായിരിക്കും, ഒരു 250 RPM ഒരു 300 RPM റൊട്ടേറ്റ് ചെയ്യുന്ന ക്രാങ്ക് ആണെങ്കിൽ ഇത് 250-300 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും. അന്നേരം ആദ്യമേ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കുറെ മൂവ്മെന്റ് ഉണ്ട്. ഇതിന്റെ കണ്ടിന്യൂസ് മൂവ്മെന്റ് കാരണം, ഈ പിസ്റ്റന്റെ കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് കാരണം ഇതിന്റെ അകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് പ്രഷർ ആവും. നെഗറ്റീവ് പ്രഷർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും ഫ്ലോ നടക്കുന്ന എവിടം തൊട്ട് എങ്ങോട്ടെന്ന് എങ്ങോട്ടാ, എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് എപ്പോഴും ഫ്ലോ നടക്കുന്നത്. ഫ്ലോ എപ്പോഴും ഒക്കർ ചെയ്യുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ്. അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഈ സക്ഷൻ പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്താക്കുന്ന ഒരു ടാങ്കിലായിരിക്കും, ഒരു താഴെ ലോവർ ലെവലിലുള്ള ഒരു ടാങ്കിലായിട്ടായിരിക്കും അത് കണക്ട് ചെയ്താക്കുന്നത്. ഓക്കെ, അന്നേരം ഞാൻ അതൊന്ന് കണക്ട് ചെയ്യുന്ന നമുക്ക് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടെന്ന് വെച്ചാൽ ഈ ടാങ്കുമായിട്ടാണ് ഈ സക്ഷൻ പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്താക്കുന്നതെങ്കിൽ ടാങ്കിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ ഒരു സമ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ചാൽ P അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അത് അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ്ഡ് അല്ലേ, അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പൺ ആയതുകൊണ്ട് അവന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും.
അന്നേരം എന്താ പറ്റുക, ഇതിന്റെ അകത്ത് വാക്വം പ്രഷർ നെഗറ്റീവ് പ്രഷർ ആണ്, ലെസർ പ്രഷർ ആണ്. ഇവിടെ എന്താണ്, അറ്റ്മോസ്ഫിയറിനെക്കാട്ടി കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അന്നേരം ഫ്ലോ ഇവിടെ അല്ലേ ഹയർ പ്രഷർ, സമ്പില് ഹയർ പ്രഷർ ആണ്. ഇവിടെ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് കാരണം ഇതിന്റെ അകത്തൊരു വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും, നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അന്നേരം എന്ത് ചെയ്യും, വാട്ടർ ഇതുവഴി ഫ്ലോ ചെയ്ത് ഈ വാക്വം എന്ന് വെച്ചാൽ വൺ വേ വാൽവ്, ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട് എന്ത് ചെയ്യും, ഇത് വാക്വം ആവുന്നുണ്ട്, ഇത് ഓപ്പൺ ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വാക്വം ആകുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂസ് മൂവ്മെന്റ് മൂലം ഇതിന്റെ അകത്ത് വാക്വം നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെ ഇത് ഓപ്പൺ ആവുന്ന രീതിയിലാണ് ആ വാൽവ് സെറ്റ് ചെയ്താക്കുന്നത്. അന്നേരം ആ വാൽവ് ഓപ്പൺ ആവുകയും അതുവഴി വാക്വം പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയും വെള്ളം എന്ത് ചെയ്യും ഹയർ പ്രഷറായ അറ്റ്മോസ്ഫിയറിക് പ്രഷറായി ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് സിലിണ്ടറിന്റെ അകത്തോട്ട് കയറുകയും ചെയ്യും. ഓക്കെ, അന്നേരം IDCയിൽ നിന്ന് ODCയിൽ എത്തിയെന്ന് വെച്ചോ വെള്ളം. അന്നേരം ODC എത്തുന്നത് വരെ എന്ത് ചെയ്യും, വെള്ളം കയറി നിറഞ്ഞു എന്ന് കരുതുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പിന്നെ പിസ്റ്റൺ തിരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും. എവിടുന്ന്, ഔട്ടർ ഡെഡ് സെന്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെന്ററിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് എന്താ പറ്റുക, ഇതേ കണക്ക് ഇവിടെ ഒരു വൺ വേ വാൽവ് ഉണ്ട്, ഡെലിവറി വാൽവ്. ഇത് ഇവിടുന്നാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്ന വെള്ളം, ഒരു ടാങ്കിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ ഡെലിവറി വാൽവിന്റെ പ്രത്യേകിച്ച് ഇവിടുന്ന് വെള്ളത്തിന് അത് അങ്ങോട്ട് മാത്രമേ കടത്തി കൊടുത്തുള്ളൂ, റിവേഴ്സ് ഫ്ലോ ഇല്ല. അന്നേരം ഇത് ODCയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനാണ് നമ്മൾ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറയുന്നത്. അന്നേരം വെള്ളത്തിലോട്ട് പിസ്റ്റൺ പ്രഷറൈസ് ചെയ്യുകയാണ്. ആ പ്രഷറൈസ് ചെയ്യുമ്പോൾ വെള്ളത്തില് എന്ത് ചെയ്യും, പ്രഷർ കൂടുകയും അവിടെ ഹൈ പ്രഷർ ആവുകയും ചെയ്യും. വെള്ളത്തിലോട്ട് പിസ്റ്റൺ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു മൂവ്മെന്റ് കാരണം പിസ്റ്റന്റെ ODCയിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന കാരണം വെള്ളത്തിലെ പ്രഷർ കൊടുക്കുകയും അതുവഴി വെള്ളത്തിലുള്ള പ്രഷർ കൂടുകയും എന്ത് ചെയ്യും, ഡെലിവറി വാൽവ് ഓപ്പൺ ആവുകയും ഡെലിവറി വാൽവ് വഴി വെള്ളം വെളിക്കോട്ട് ഡെലിവർ ആവുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് നെഗറ്റീവ് പ്രഷർ, വെളിയിൽ ടാങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ ഇവിടെയാണ് ഹയർ പ്രഷർ, ഇവിടെയാണ് ലോവർ പ്രഷർ. അന്നേരം ഫ്ലോ എവിടെ നിന്ന് എവിടോട്ട് നടക്കുമെന്ന് എപ്പോഴും പറഞ്ഞ ഹയർ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്. ഓക്കെ, ഫസ്റ്റിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറെ മൂവ്മെന്റ് വേണ്ടി ഒരു പിസ്റ്റൺ ഉണ്ട്. അല്ലാതെ ഫസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെന്റ് തന്നെ അത്രയും വാക്വം ക്രിയേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല നമുക്ക്. കാര്യം വെച്ചാൽ കുറെ പ്രാവശ്യം മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിലൊരു സഫീഷ്യന്റ് വാക്വം ക്രിയേറ്റ് ചെയ്തുള്ളൂ. വൺസ് ആ സഫീഷ്യന്റ് വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നമുക്ക് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നമുക്ക് ഇത് ഓർമ്മയിൽ വരണം. ഈ പമ്പിന്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ ഇരുന്നെങ്കിൽ മാത്രമേ, ഞാൻ ചുമ്മാതെ റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ കത്തത്തില്ല. ഇപ്പോഴുള്ള ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻഡീപ്പ് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കയറി വരും. അന്നേരം നമുക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാണാൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ലോജിക്കും കൂടെ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരും. അന്നേരം അവിടെ നമുക്ക് ഈ വർക്കിംഗ് എല്ലാം കാണാതിരുന്ന് പഠിക്കണമെന്നല്ല, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആക്ച്വലി ഇതാണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഈ ഒരു ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി സിമ്പിൾ ആയിട്ട് പറയാമായിരുന്നു. ആക്ച്വലി ഇതാണ് സക്ഷൻ സ്ട്രോക്ക് നടക്കുമ്പോൾ ഇവിടെ തൊട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, വെള്ളം അകത്ത് കയറി വരുന്നു, ഇവിടുന്ന് സമ്പിൽ നിന്ന് വെള്ളം അകത്ത് കയറി വരുന്നു. ഡെലിവറി ആ സമയത്ത് സക്ഷൻ വാൽവ് ഓപ്പൺ ആയിരിക്കും, ഡെലിവറി വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. തിരിച്ച് ഇത് ഡെലിവറി നടക്കുന്ന സമയത്ത് സക്ഷൻ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും, ഡെലിവറി വഴി വെള്ളം പുറത്തു പോവുകയും ചെയ്യും. ഓക്കെ, ഇതിന്റെ മെയിൻ പാർട്ടുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിലിണ്ടർ, പിസ്റ്റൺ ഓർ പ്ലഞ്ചർ, കണക്ടിംഗ് റോഡ്, പിസ്റ്റൺ റോഡ്, കണക്ടിംഗ് റോഡ്, ക്രാങ്ക്, ദെൻ സക്ഷൻ ആൻഡ് ഡെലിവറി വാൽവ്, സക്ഷൻ പൈപ്പ് ആൻഡ് ഡെലിവറി പൈപ്പ്. ഇതിന്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലും മതി, ഏകദേശം മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് വരാം. ക്ലാസിഫിക്കേഷൻ. ഹലോ, വോയിസ് ക്ലിയർ ആണോ? എല്ലാവർക്കും? ഹലോ, ഓക്കെ. അതിന് 3 രീതിയിലാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ ക്ലാസിഫൈ ചെയ്താക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദ സക്ഷൻ ഓഫ് ദി ലിക്വിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി ഉണ്ടെങ്കിൽ ഈ പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിസ്റ്റന്റെ ഒരു സൈഡിൽ മാത്രം വെള്ളം വരികയാണെങ്കിൽ, ഈ സൈഡിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾ ആക്ടിംഗ് പമ്പ്. പക്ഷേ പിസ്റ്റന്റെ 2 സൈഡിലും വാട്ടർ സക്കിൻ ചെയ്യുന്നുണ്ട്, ഡെലിവറി ഇവിടെ സക്ഷനും ഡെലിവറിയും നടക്കുന്നുണ്ട്, ഇവിടെയും സക്ഷനും ഡെലിവറിയും നടക്കുന്നുണ്ടെങ്കിൽ
ഇവിടെയും വെള്ളം വന്ന് കയറുന്നു, ഇറങ്ങിപ്പോകുന്നു. ഓക്കെ, അതെനിക്ക് ഇവിടെയും ഈ പിസ്റ്റൺ റോഡ് ഉള്ള സൈഡിലും കയറുന്നു, ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡബിൾ ആക്ടിങ്. പിസ്റ്റന്റെ ഒരു സൈഡിൽ മാത്രം വെള്ളം കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതിനെ സിംഗിൾ ആക്ടിങ് പമ്പ് എന്ന് പറയും. രണ്ട് സൈഡിലും വാട്ടർ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതിനെ ഡബിൾ ആക്ടിങ് പമ്പ് എന്ന് പറയും. ഇതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ ആക്ടിങ് പമ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആക്ടിങ് പമ്പിന്റെ ഡിസ്ചാർജ് എത്രയാണെന്ന് ചോദിക്കാം. ഇതുവഴി ക്യൂ ഡിസ്ചാർജ് ആണ് പോകുന്നതെങ്കിൽ, ഇതുവഴി ക്യൂ പോകുന്നെങ്കിൽ, ഇപ്പം സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ ക്യൂ മാത്രമല്ലേ ഉള്ളൂ, സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ ക്യൂ ഡിസ്ചാർജ് മാത്രമല്ലേ ഉള്ളൂ. ഡബിൾ ആക്ടിങ് ആകുമ്പോഴേ രണ്ട് സൈഡിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 2 ക്യൂ കിട്ടത്തില്ലേ? അന്നേരം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചെയ്യാം, സിംഗിൾ ആക്ടിങ്ങിന്റെ ഡബിൾ ആയിരിക്കും ഡബിൾ ആക്ടിങ്ങിന്റെ ഡിസ്ചാർജ് എന്തായിരുന്നു? വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോ പെർ സെക്കൻഡിനെയാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേണേൽ തിരിച്ചും ചോദിക്കാം. ഡബിൾ ആക്ടിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ ആക്ടിങ്ങിന്റെ ഡിസ്ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഹാഫ് ആയിരിക്കും. ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത് സിംഗിൾ ആക്ടിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഡബിൾ ആക്ടിങ്ങിൽ ഡബിൾ ഡിസ്ചാർജ് ഉണ്ട്, തിരിച്ചു നോക്കുമ്പോഴോ ഹാഫ് അല്ലേ? അന്നേരം അത് തിരിച്ചും മറിച്ച് നിങ്ങളടുത്ത് ചോദിക്കും. ഇതിന്റെ ഓപ്ഷനുകൾ വരുന്നത് ഹാഫ്, ഡബിൾ, സെയിം, നൺ ഓഫ് ദി അബോവ് എന്നായിരിക്കും ആൻസർ വരുന്നത്. ഇതിൽ ഹാഫും വരാം ഡബിളും വരാം, അത് ആലോചിച്ച് ചെയ്യണം. സിംഗിൾ ആക്ടിങ്ങിന്റെ ഡബിൾ ഡിസ്ചാർജ് ആണ് ഡബിൾ ആക്ടിങ്ങിന്, ഡബിൾ ആക്ടിങ്ങിന്റെ ഹാഫ് ഡിസ്ചാർജ് ആണ് സിംഗിൾ ആക്ടിങ്ങിന്. ഡൗട്ട് ഉണ്ടോ? അത് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് ഡബിളും ഹാഫും വെച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം ക്വസ്റ്റ്യന്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സിലിണ്ടർ വെച്ച് സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ സിംഗിൾ സിലിണ്ടർ അല്ലെങ്കിൽ സിംഗിൾ ത്രോ എന്ന് പറയും. ഡബിൾ സിലിണ്ടർ, 2 സിലിണ്ടർ ഉണ്ടെങ്കിൽ അതിനെ ഡബിൾ സിലിണ്ടർ പമ്പ് എന്ന് പറയും. 3 ആണെങ്കിൽ ട്രിപ്പിൾ സിലിണ്ടർ അല്ലെങ്കിൽ 3 ത്രോ എന്ന് പറയും. 4 ആണെങ്കിൽ ഡ്യൂപ്ലെക്സ് എന്ന് പറയും. 4 ത്രോ പമ്പ് എന്ന് പറയും. 4 സിലിണ്ടേഴ്സ്, 4 സിലിണ്ടറിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് വർക്കിംഗ് നടക്കുന്നെങ്കിൽ, ഇതിന്റെ ചെറിയ ഡയഗ്രാംസ് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് വരുമ്പോൾ കാണിക്കുന്നുണ്ട്. ദെൻ ക്യൂൺ ട്രിപ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് 5 ത്രോ എന്ന് പറയുന്നത്. പിന്നെ പ്രസൻസ് ഓഫ് എയർ വെസൽ ആൻഡ് വിത്തൗട്ട് എയർ വെസൽ, അന്നേരം അതിലോട്ട് നമുക്ക് വരാം. അന്നേരം ഓരോന്ന് നമുക്ക് ഡീൽ ചെയ്യാം. ഇപ്പൊ സിംഗിൾ ആക്ടിങ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും വരെ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി സിംഗിൾ ആക്ടിങ് ആയിരുന്നു. സിംഗിൾ ആക്ടിങ് ആകുമ്പോൾ പിസ്റ്റന്റെ ഒരു സൈഡിൽ മാത്രം, ഈ സൈഡിൽ മാത്രമേ എന്തുള്ളൂ, ഒരു സൈഡിൽ മാത്രമേ വെള്ളത്തിന് കോണ്ടാക്ട് ഉള്ളൂ. അതാണ് സിംഗിൾ ആക്ടിങ്ങിന്റെ വർക്കിംഗ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അതേസമയം ഡബിൾ ആക്ടിങ് ആകുമ്പോൾ ഇത് കണ്ടോ, ഈ ഡയഗ്രം കണ്ടോ, ഇതിന് 2 സക്ഷൻ പൈപ്പും 2 ഡെലിവറി പൈപ്പും ഉണ്ട്. കണ്ടോ, 2 സക്ഷൻ പൈപ്പ്, ഇവിടെ കൂടെ സക്ഷൻ നടക്കാം, ഇതിലേ കൂടെ സക്ഷൻ, 2 സക്ഷൻ പൈപ്പ് ഉണ്ട്. കണ്ടോ, അതിനൊക്കെ 2 ഡെലിവറി പൈപ്പുകളും ഉണ്ട്. അതിനൊക്കെ 2 ഡെലിവറി വാൽവുകളും 2 സക്ഷൻ വാൽവുകളും ഉണ്ട്. ഓക്കെ, എന്നാൽ ഇവിടുത്തെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യാന്ന് വെച്ചു. ഇപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യാണ്. ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ സക്ഷൻ നടക്കുന്നുണ്ട്. വെള്ളം ഇവിടെ സക്ഷൻ വാൽവ് ഓപ്പൺ ആയിട്ട് വെള്ളം അകത്തോട്ട് കയറും. അതേസമയം റൈറ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ നേരത്തെ ഇതിന് മുമ്പത്തെ സ്ട്രോക്കിൽ ട്രാപ്പ് ആയിട്ടുള്ള വെള്ളമാണ്. ഓക്കെ, ഇതിന് മുമ്പത്തെ സ്ട്രോക്കിൽ ട്രാപ്പ് ആയിട്ടുള്ള വെള്ളം കാണും. ആ വെള്ളം എന്ത് ചെയ്യും? ഇത് ഈ സൈഡ് പ്രഷറൈസ് ചെയ്ത് ഈ ഡെലിവറി വാൽവിനെ ഓപ്പൺ ചെയ്ത് ഇതുവഴി ഡെലിവറി. ഓക്കെ, അതേസമയം ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ സക്ഷൻ നടക്കും. ഇവിടുന്ന് വെള്ളം കയറി ഈ സൈഡിൽ വരും. അപ്പം ലെഫ്റ്റ് സൈഡിൽ എന്ത് നടക്കും? ഇതിന് മുമ്പേ നമ്മൾ പറഞ്ഞ വെള്ളം കുറച്ച് ട്രാപ്പ് ആയിട്ടില്ലേ, സക്ഷൻ വാൽവ് വഴി കയറി വന്നില്ലേ? ആ സമയത്ത് ഈ സക്ഷൻ വാൽവ് ക്ലോസ് ആയിട്ട് ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ആയിട്ട് ഇതുവഴി ഡെലിവറി ചെയ്യും. അന്നേരം ഇതാണ്, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സിംഗിൾ ആക്ടിങ്ങിന്റെ ഡബിൾ ഡിസ്ചാർജ് ആണ് ഡബിൾ ആക്ടിങ്ങിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിസ്റ്റണും പ്ലഞ്ചർ പമ്പും തമ്മിലുള്ള ഡിഫറൻസ്. പിസ്റ്റണും പ്ലഞ്ചറും, പിസ്റ്റൺ പമ്പിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് ഈ പിസ്റ്റന്റെ ഡയമീറ്ററും ഇതാണ് അതിന്റെ പിസ്റ്റന്റെ ഡയമീറ്റർ. ഇതാണ്, പിസ്റ്റന്റെ ലെങ്ത് ഇതാണ് അല്ലേ. പിസ്റ്റന്റെ ലെങ്ത് ഇത്രയേ ഉള്ളൂ. അതേസമയം പ്ലഞ്ചർ ആണെങ്കിൽ അതിന്റെ ലെങ്ത് നോക്കേ, പ്ലഞ്ചറിന്റെ ലെങ്ത് നോക്കേ. This much length the plunger has. Its diameter is very small. ഡയമീറ്റർ ചെറുതാണ്. കണ്ടോ, പിസ്റ്റൺ നോക്കുമ്പോൾ ഡയമീറ്ററും ലെങ്തും വെച്ച് നോക്കുമ്പോൾ ഡയമീറ്റർ വലുതാണ്, ലെങ്ത് ചെറുതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ലെങ്ത് ഓഫ് ദി പിസ്റ്റൺ ഈസ് സ്മോളർ ദാൻ ദ ഡയമീറ്റർ ആയിരിക്കും പിസ്റ്റന്റെ കേസിൽ.
അതേസമയം പ്ലഞ്ചർ ആണെങ്കിൽ പ്ലഞ്ചർ ഈസ് ഓഫ് ലാർജർ ലെങ്ത് ആണ്, അതിന്റെ ലെങ്ത് ആണ് കൂടുതൽ, ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഡയമീറ്റർ. ഇനി ഇവിടെ നമുക്ക് ഈ സിലിണ്ടർ ചെയ്യുന്നതാണ്ട് ഇങ്ങനെ വെള്ളം ഇതുവഴി ഇങ്ങോട്ട് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പിസ്റ്റണിൽ റിങ് പ്രൊവൈഡ് ചെയ്യും. ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ റിങ് പ്രൊവൈഡ് ചെയ്യും. അതേസമയം ഇവിടെ ആണെങ്കിൽ നമ്മൾ പാക്കിംഗ് റിങ്ങുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ വളരെ ക്ലോസ് ആണ്, മെറ്റൽ പീസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓട്ടോമൊബൈലുകാർക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈനേഴ്സ് പ്രൊവൈഡ് ചെയ്യത്തില്ലേ, എഞ്ചിൻ സിലിണ്ടറിൽ ലൈനർ പ്രൊവൈഡ് ചെയ്യത്തില്ലേ, എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ഡിഫക്റ്റ് സിലിണ്ടർ സർഫസിന് ഓവാലിറ്റിയോ ലീക്കേജോ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ സിലിണ്ടർ മൊത്തം റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ലൈനറിനെ മാത്രം റീപ്ലേസ് ചെയ്യും. അത് കണക്ക് നമ്മൾ ഈ പിസ്റ്റൺ പമ്പിലാണെങ്കിൽ നമുക്ക് ലൈനറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലൈനറിനെ നമുക്ക് ഈ സിലിണ്ടറിന് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ലൈനേഴ്സ് എടുത്ത് മാറ്റിയിട്ട് ലൈനർ ആയിരിക്കും അവിടെ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സിലിണ്ടർ ലൈനേഴ്സിലായിരിക്കും എന്ത് പിസ്റ്റൺ കടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇവിടെയാണെങ്കിൽ ലൈനറിന്റെ ആവശ്യമേ ഇല്ല. കാരണം വെച്ചാൽ പ്ലഞ്ചറിൽ കോണ്ടാക്ട് സർഫസ് കൂടുതലാണ്, ലോ വിയർ ആയിരിക്കും. ഓക്കെ, ലോ വിയർ ആൻഡ് ടയർ ആയിരിക്കും. ഇവിടെ റഫിങ് കുറവാണ് ഇതുമായിട്ട്. പാക്കിംഗ് റിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ റഫിങ് കുറവാകുമ്പോൾ വെയർ ആൻഡ് ടയർ കുറവായിരിക്കും. അതുകൊണ്ട് ലൈനേഴ്സിന്റെ ആവശ്യമില്ല. ഇനി ഈ പിസ്റ്റൺ പമ്പിൽ കൂടുതലും മഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ്, സാൻഡ് പാർട്ടിക്കിൾസ് ഒന്നും നമുക്ക് മര്യാദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുവഴി പമ്പ് ചെയ്യാൻ പറ്റില്ല. ക്ലീൻ ആയിട്ടുള്ള പ്യുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് ഇംപ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത വാട്ടറിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പമ്പ് ചെയ്യാൻ പറ്റൂ. അതാണ് ദ പിസ്റ്റൺ ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് ലിക്വിഡ് കണ്ടെയ്നിങ് സാൻഡ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ്. സാൻഡ് ഇംപ്യൂരിറ്റീസ് ഉള്ള വെള്ളം ഒന്നും നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ പമ്പിൽ കൂടെ പമ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ലിക്വിഡ് കണ്ടെയ്നിങ് സാൻഡ് ആൻഡ് അതർ പാർട്ടിക്കിൾസ്, വളരെ ലാർജ് പാർട്ടിക്കിൾ അല്ല, സ്മോൾ പാർട്ടിക്കിൾസ് ഉള്ളതൊക്കെ പമ്പ് ചെയ്യാൻ പറ്റും. അന്നേരം ഇതിന്റെ ലെങ്ത് വെച്ചിട്ടാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അന്നേരം ഇതൊന്ന് ഓർത്ത് വെക്കാം, പിസ്റ്റണും പ്ലഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇതാണ് നമ്മള്. ഓക്കെ, പറഞ്ഞു സാർ. ഈ പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പ്ലഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് പ്ലഞ്ചേഴ്സ് യൂസ് ചെയ്യാം. ഡയഫ്രം പ്ലഞ്ചർ യൂസ് ചെയ്യാം, റബ്ബർ പ്ലഞ്ചർ യൂസ് ചെയ്യാം, അങ്ങനെ പല പല ഫൈബർ പ്ലഞ്ചേഴ്സ്, അങ്ങനെ പല പല മെറ്റീരിയൽ വെച്ച് നമ്മളൊരു മെറ്റൽ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അതിന്റെ ലെങ്ത് കൂടുതലും ഡയമീറ്റർ കുറവാണ് അതിനെ പ്ലഞ്ചർ എന്നുള്ള ഒരു പേര് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഹലോ, ഈ ഏകദേശം ഈ പിസ്റ്റന്റെ കുറച്ചുകൂടി എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളതായിരിക്കും. അതെ, നമ്മള് ഇത്തിരി കൂടെ അതിന്റെ ലെങ്ത് ആയിരിക്കും കൂടുതൽ, ഡയമീറ്ററിനെയും കാട്ടി ഇത്തിരി കൂടുതലായിരിക്കും. ഇതിന് സക്ഷൻ ഒക്കെ കുറവായിരിക്കും. ഇത്രയും ലെങ്ത് കിടക്കുന്നത് കാരണം വലിയൊരു സക്ഷൻ സ്ട്രോക്ക് ഇതിന് കിട്ടത്തില്ല, പക്ഷെ വലിയൊരു മൂവ്മെന്റ്. ഇവിടെ നമുക്ക് പിസ്റ്റൺ നല്ലൊരു ലെങ്തിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ചെറിയൊരു ലെങ്തിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. കാരണം പിസ്റ്റൺ സിലിണ്ടറിന്റെ അകത്തൊരു ഭൂരിഭാഗം ഭാഗവും പ്ലഞ്ചർ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുമല്ലേ. സിലിണ്ടറിന്റെ അകത്തൊരു ഭൂരിഭാഗം ഭാഗവും പ്ലഞ്ചർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ചെറിയ സ്ട്രോക്ക് കിട്ടത്തുള്ളൂ. ചെറിയ പമ്പിങ്ങിനൊക്കെയാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഈ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഇംപ്യൂരിറ്റീസും ഉള്ളതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് കുറവ് ഏതിനാണ്, ഡയമീറ്റർ കൂടുതൽ ഏതിനാണ്, ഇംപ്യൂരിറ്റീസ് പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചോദിക്കാം. സാർ, ഈ പ്ലഞ്ചറിന്റെ ഇപ്പം ഉൾഭാഗം ഹോളോ ആണോ അതോ സോളിഡ് ആണോ? ഹോളോ ആയിരിക്കും. ഹോളോ ടൈപ്പ് ഉള്ളതും ഉണ്ട്, ഫുള്ളി ഫില്ല് ചെയ്ത ടൈപ്പുകളും ഉണ്ട്. പല ടൈപ്പ് പ്ലഞ്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ ഇന്ന കൺസ്ട്രക്ഷൻ ഒന്നും PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല കേട്ടോ. നമുക്ക് നമ്പർ ഓഫ് സിലിണ്ടേഴ്സിന്റെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. നമ്പർ ഓഫ് സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ 5 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ സിലിണ്ടർ, ഡബിൾ സിലിണ്ടർ, ട്രിപ്പിള്, ക്വാഡ്രിപ്പിള്, ദെൻ ഡ്യൂപ്ലെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതില് എപ്പോഴും ഇങ്ങനൊരു കാര്യമായിരിക്കും, ഈ 2 സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ ക്രാങ്കുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നമുക്ക് വരുന്നത്, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ക്രാങ്ക് കറങ്ങുമ്പോൾ അത് കവർ ചെയ്യുന്നത് 360 ഡിഗ്രി ആണ്. 360, 2 സിലിണ്ടർ ആകുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന വാല്യൂ ആണ് അതിന്റെ ക്രാങ്കുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. 360 ഡിവൈഡഡ് ബൈ 2 എത്ര വരുന്നത്? 180 ഡിഗ്രി അല്ലേ. അതേസമയം 3 സിലിണ്ടർ ആകുമ്പോൾ ഈ 360 ഡിഗ്രി കവർ ചെയ്യുമ്പോൾ അത് ഈക്വലി സ്പേസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനെ ക്രാങ്കിനെ
പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 3 എത്രയായിരിക്കും അന്നേരം? 120. അന്നേരം ഇതൊന്ന് ഓർത്ത് വെക്കുക. 2 സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ ക്രാങ്ക് സെറ്റ് അറ്റ് ആൻ ആംഗിൾ 180 ഡിഗ്രി ആണ്. 3 സിലിണ്ടർ ആണെങ്കിൽ 120 ഡിഗ്രി ആണ്. സിമിലർലി നമുക്ക് 4 കണ്ടുപിടിക്കാം, 5ഉം കണ്ടുപിടിക്കാം, ഈക്വലി സ്പേസ്ഡ് ആവണമെങ്കിൽ. പക്ഷെ ഈ 4ഉം 5ഉം ഒന്നും ഈക്വലി സ്പേസ്ഡ് ആവണം നിർബന്ധങ്ങളില്ല. 2 സിലിണ്ടറും 3 സിലിണ്ടറും എപ്പോഴും ഈക്വലി സ്പേസ്ഡ് ആയിട്ടാണ് മേക്ക് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഈ 3യുടെയും 4ന്റെയും ഒന്നും ചോദിക്കാറില്ല അങ്ങനെ. ഓക്കെ, അന്നേരം 3യുടെയും 4ന്റെ 5ന്റെ ഒന്നും ചോദിക്കാറില്ല. അന്നേരം ഈ 2ന്റെയും 3യുടെയും ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കുക വേഗമായിട്ട്. നിങ്ങൾക്ക് ഓർത്തിരിക്കാനാണ് ഞാൻ ഈ ഒരു കാൽക്കുലേഷനൂടെ പറഞ്ഞത്. 180 ഡിഗ്രി, മറ്റേത് 120 ഡിഗ്രി. അത് ഓർത്തിരുന്നാലും മതി. ഓക്കെ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ എയർ വെസൽ. ഇത് വളരെ ഇതിലൊരു എയർ വെസൽ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. എയർ വെസൽ എന്താണെന്ന് പറഞ്ഞത്. എന്നാൽ ഇതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് എയർ വെസൽ. എയർ വെസൽ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ഒരു വെസലാണ്. ആ വെസലിൽ എയർ ഉണ്ട്. ഓക്കെ, അന്നേരം ഒരു എയർ വെസൽ എന്നുള്ള പേരില് അന്നേരം ഈ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്ത് എയർ വെസലും വിതൗട്ട് എയർ വെസലും. വിത്തൗട്ട് എയർ വെസൽ ആണ് ദാണ്ട് ഈ ഡയഗ്രാം എന്ന് പറയാം നമ്മളിപ്പം കണ്ടത്. ഇതിൽ എയർ വെസൽ എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ ഇങ്ങനൊരു പാർട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനൊരു വെസൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഒന്നും ഇല്ലല്ലോ, ഇതിൻ്റെ അകത്ത് എയർ ഒന്നും ഇല്ലല്ലോ. ഇതാണ് വിത്തൗട്ട് എയർ വെസൽ. അന്നേരം അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല ഓൾറെഡി. നമ്മൾ പറയുന്നത് വിത്ത് എയർ വെസൽ ഉള്ളതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഇവിടെ ദാണ്ട് 2 എയർ വെസലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു എയർ വെസൽ കണക്ട് ചെയ്താക്കുന്നത് സക്ഷൻ വാൽവിനോട് അടുത്ത്, സിലിണ്ടർ സക്ഷൻ വാൽവിനോട് അടുത്ത് വെച്ചാൽ സക്ഷനോട് വാൽവ് സിലിണ്ടറിലല്ലേ ഇരിക്കുന്നത് വെച്ചാൽ സിലിണ്ടറിനോട് അടുത്ത് സക്ഷൻ പൈപ്പിലും, അതേ കണക്ക് ഡെലിവറി പൈപ്പില് ഡെലിവറി വാൽവിനോട് അടുത്ത് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ അടുത്താണ് നമ്മൾ ഇത് എപ്പോഴും പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ചാൽ സക്ഷൻ പൈപ്പില് സിലിണ്ടറിനോട് അടുത്ത്, അല്ലെ ഡെലിവറി പൈപ്പില് സിലിണ്ടറിനോട് അടുത്ത്, അല്ലെ സക്ഷൻ വാൽവിന്റെയോ ഡെലിവറി വാൽവിന്റെ അടുത്താണ് നമ്മൾ എയർ വെസൽ പ്ലേസ് ചെയ്യുന്നത്. ഇതൊരു കാസ്റ്റേൺ ചേംബർ ആണ്. ഇതിന്റെ അകത്ത് കുറച്ച് എയർ കാണും. ഓക്കെ, ഈ കാസ്റ്റേൺ ഇതാണ് ഒരു വെസലാണ്. ഇതിനൊരു ലോവർ ഓപ്പണിംഗ് കാണും. ലോവർ ഓപ്പണിംഗ്, ഇതാണ് ലോവർ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ. ആ ഓപ്പണിംഗ് ആണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്താക്കുന്നത്? സക്ഷൻ, നമ്മൾ ഇതാണ് സക്ഷൻ പൈപ്പ്, ഈ സക്ഷൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്താക്കുന്നത്. അത് ഇതാണ് നമ്മൾ ഡെലിവറി പൈപ്പുമായിട്ട് കണക്ട് ചെയ്താക്കുന്നത്. ഓക്കെ, ഡെലിവറി പൈപ്പുമായിട്ട് കണക്ട് ചെയ്താക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ഇതിന്റെ അകത്ത് ഓൾറെഡി ഉള്ള എയറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലാണ് ഇനിഷ്യലി എയർ ഉള്ളത്. ഈ വെള്ളം കയറി കംപ്രസ് ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രഷർ കൂടുന്നത്. വെച്ചാൽ ഇനിഷ്യലി ഇതിന്റെ അകത്തുള്ള എയർ പി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനിഷ്യലി ഇതിന്റെ അകത്തുള്ള എയർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ ആയിരിക്കും. പിന്നെ വെള്ളം ഇത് മൂവ് ചെയ്യുമ്പോൾ, പിസ്റ്റൺ മൂവ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ വെള്ളം വന്ന് കയറിയാണ് ആ എയറിനെ കംപ്രസ് ചെയ്ത് ഹയർ പ്രഷറിലോട്ട് ആക്കുന്നത്. അറ്റ്മോസ്ഫിയറിനെ കാട്ടി ഹയർ പ്രഷറിലോട്ട് എയറിനെ ആക്കുന്നത് ആരാണ്? ഇതിന്റെ വർക്കിംഗ് നടക്കുമ്പോൾ ഈ വാട്ടർ ആണ് ഈ കാര്യം ചെയ്യുന്നത്. എയർ വെസലിനെ പറ്റി പറയുകയാണെങ്കിൽ എയർ വെസൽ ഈസ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ. അതിന്റെ വർക്കിംഗ് ഞാൻ പറയാം കേട്ടോ. എയർ വെസൽ ഈസ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്. അതിന്റെ ഒരു ലോവർ ഓപ്പണിംഗ് ഉണ്ട്. ആ കണ്ടെയ്നറിനകത്ത് ഇനിഷ്യലി അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്തുണ്ട്? ഓക്കെ, അത് കംപ്രസ്ഡ് ആവും. ഇത് വർക്ക് ചെയ്യുമ്പോൾ അത് കംപ്രസ്ഡ് ആവും. ഇനിഷ്യലി നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ എടുക്കും. അന്നേരം അതിന്റെ ടോപ്പിൽ ആ എയറിനെ നമ്മൾ വാട്ടർ വഴി കംപ്രസ് ചെയ്യുമ്പോൾ അത് കംപ്രസ്ഡ് ആകും. ഓക്കെ, അന്നേരം ഈ കംപ്രസ്ഡ് എയർ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുവഴി ഈ ഓപ്പണിംഗ് വഴി വെള്ളം അകത്തോട്ട് കയറുകയും തിരിച്ച് ഈ എയർ തിരിച്ച് വെള്ളത്തിനെ പുറത്തോട്ട് തള്ളുകയും ചെയ്യും. 2 പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതുവഴി വെള്ളം അകത്തോട്ട് കയറുകയും വെള്ളം പോയി എയറിനെ കംപ്രസ് ചെയ്യുകയും ആ എയർ തിരിച്ച് വെള്ളത്തിനെ പ്രഷറൈസ് ചെയ്ത് തിരിച്ചു വിടുകയും ചെയ്യും. ഈ 2 പരിപാടിയും നടക്കും. വെള്ളം ഇതുവഴി അകത്തോട്ട് കയറി എന്ത് ചെയ്യും? ഈ അകത്തുള്ള എയറിനെ കംപ്രസ് ചെയ്യും. അതേ കണക്ക് അകത്തുള്ള എയർ വെള്ളത്തിനെ പ്രഷറൈസ് ചെയ്ത് തിരിച്ചു വിടുകയും ചെയ്യും. അത് നമ്മൾ അതിനെപ്പറ്റി നമുക്ക് പറയാം, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം. എന്തിനാണ് ഈ എയർ വെസൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോർമലി ഉള്ള ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി ആണെങ്കിൽ, നമ്മളെ പിസ്റ്റൺ, ഞാൻ ഈ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോണം എല്ലാവരും. നമ്മളെ പിസ്റ്റൺ ഇതാണ് നമ്മളെ
എന്ത് ODC. ഇതാണ് നമ്മുടെ IDC എന്ന് വെച്ചു. അന്നേരം പിസ്റ്റൺ ഇവിടം തൊട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുകയും അതേ കണക്ക് തിരിച്ച് മൂവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇതിന്റെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എടുക്കുവാണെങ്കിൽ, ഇപ്പൊ വെലോസിറ്റി ഇതിന്റെ സ്ട്രോക്ക് ഡയഗ്രാം, വെലോസിറ്റി അല്ലെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഡയഗ്രാം എടുക്കണം. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത്, ഒരു പാരാബോളിക് ഷേപ്പിലാണ് വരുന്നത്. ക്രാങ്ക് ആംഗിൾ 0 ആയിരിക്കുമ്പോഴാണ് ഇത് എന്താന്ന് ഞാൻ പറഞ്ഞത്, ഇത് 180 ഡിഗ്രി ആകുമ്പോൾ, ഇത് 90 ഡിഗ്രി ആകുമ്പോൾ, ഇത് 270 ഡിഗ്രി ആകുമ്പോൾ, 180 ഡിഗ്രി ആകും, 360 ഡിഗ്രി ആകുമ്പോൾ, ഇതാണ് 1 കംപ്ലീറ്റ് റവല്യൂഷനിൽ നടക്കുന്നത്. ഇതാണ് സക്ഷൻ സ്ട്രോക്ക്. എന്താന്ന് പറഞ്ഞുതരാവേ. ഇതാണ് ഡെലിവറി സ്ട്രോക്ക്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട്, ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് കണ്ട ഈ ഒരു പോയിന്റിൽ നിന്ന് പിസ്റ്റൺ ഇവിടെ നിന്നിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോയിന്റിലോട്ട് എത്തുന്നത്. ഇപ്പൊ റെസിപ്രോക്കേറ്റ് ചെയ്യണോ, നമുക്കിപ്പോ നമ്മളൊരു ഓട്ടോ ഓടുവാണ്, ഇവിടുന്ന് നമ്മൾ ഓടി ഇവിടെ പോയി തൊട്ട് നിന്നിട്ടല്ലേ നമ്മൾ ഇവിടെ പോയി തൊട്ടിട്ട് നമ്മൾ നിന്നിട്ടല്ലേ തിരിച്ചു വരുന്നത്. ഇപ്പൊ നിൽക്കുമ്പോൾ നമ്മുടെ വെലോസിറ്റി എന്താവും, 0 ആവും. പിന്നെ ഓടി തുടങ്ങുമ്പോഴത്തേക്ക് എന്താവും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലോട്ട് പോകും. നമ്മളെ മാക്സിമം വെലോസിറ്റിയിൽ നമ്മൾ ഓടും. എന്നിട്ട് വീണ്ടും നമുക്ക് ഇവിടെ പോയി തൊടണമെന്ന് വെച്ചാൽ ഈ വോളിൽ പോയി തൊടണം, നമ്മൾ വീണ്ടും സ്പീഡ് കുറച്ചിട്ട് എന്ത് ചെയ്യും, 0 വെലോസിറ്റിയിലോട്ടാവും. ഇതാണ് പിസ്റ്റണിനും സംഭവിക്കുന്നത്. പിസ്റ്റൺ ഇവിടെ നിന്ന് ODCയിൽ നിന്ന് മൂവ് ചെയ്ത് IDCയിലോട്ട് വരുമ്പോൾ ODCയിൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും അല്ലേ, നിന്ന് കഴിഞ്ഞു. നിന്നിട്ട് പിന്നെ വെലോസിറ്റി കൂടി മാക്സിമത്തിലോട്ട്, അതാണ് ഇവിടെ സംഭവിച്ചത്. കൂടി 1/2 മാക്സിമത്തിലോട്ട് എത്തും. പിന്നെ അതിന് നിൽക്കാനായിട്ട് ഇവിടെ വന്ന് നിന്നിട്ടല്ലേ തിരിച്ചു പോകാൻ പറ്റൂ. ആ നിൽക്കാനായിട്ട് വീണ്ടും എന്ത് ചെയ്യണം, വെലോസിറ്റി കുറഞ്ഞു വെച്ചാൽ 0 വെലോസിറ്റിയിൽ നിന്ന് Vmaxലോട്ട് എത്തുകയും ആ Vmaxൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, 0ലോട്ട് എത്തുകയും ചെയ്യും. അതിനൊക്കെ ഡെലിവറി സ്ട്രോക്കിലും അങ്ങനെ സംഭവിക്കുന്ന 0 വെലോസിറ്റിയിൽ നിന്ന് മാക്സിമം വെലോസിറ്റിയിലോട്ട് പോവുകയും മാക്സിമം വെലോസിറ്റിയിൽ നിന്ന് വീണ്ടും 0 വെലോസിറ്റിയിലോട്ട് വരിക. അന്നേരം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിസ്റ്റന്റെ മൂവ്മെന്റ്, പിസ്റ്റന്റെ വെലോസിറ്റി, ഈ ക്രാങ്ക് ആക്ച്വലി ഒരു 360 RPM 360 അല്ലെ 300 RPM കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും. പിസ്റ്റൺ ഇവിടെ നിൽക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി 0, ഇവിടുന്ന് മൂവ് ചെയ്ത് മാക്സിമം വെലോസിറ്റിയിലോട്ട് പിന്നെയും പോയി നിൽക്കണം. സോ മിനിമം വെലോസിറ്റി ഇവിടുന്ന് കൂടി മാക്സിമം വെലോസിറ്റിയിലായിട്ട് വീണ്ടും കുറഞ്ഞ് മിനിമം വെലോസിറ്റിയിലെത്തും. വീണ്ടും ഇവിടുന്ന് കൂടി 0യിൽ നിന്ന് കൂടി മാക്സിമം വെലോസിറ്റിയിലോട്ടും പിന്നെയും കുറഞ്ഞ് പിസ്റ്റന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. അന്നേരം കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലാത്തപ്പോ എന്താ പറ്റുക, ഈ വെള്ളവും ഇതിന്റെ ഫ്രണ്ടിലുള്ള വെള്ളത്തിന്റെ വെലോസിറ്റി എന്തായിരിക്കത്തില്ല, കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. അന്നേരം ഒരു ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും വെള്ളത്തിന് കിട്ടുക. അതിനെ കണ്ടിന്യൂസ് മോഷൻ ആക്കാനായിട്ടാണ് നമ്മൾ ഈ എയർ വെസൽ യൂസ് ചെയ്യുന്നത്. എയർ വെസൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫ്ലോ, യൂണിഫോം വെലോസിറ്റി ഫ്ലോയ്ക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എയർ വെസൽ യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാം. വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഇതിന്റെ വർക്കിംഗ് ക്ലിയർ ആവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വർക്കിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സക്ഷൻ സ്ട്രോക്ക് നടക്കുമെന്ന് വെച്ചോ, ഇതാണ് സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്കിൽ എന്താ നടക്കുക, IDCയിൽ നിന്ന് പിസ്റ്റൺ ODCയിലോട്ട് മൂവ് ചെയ്യുന്നു. പിസ്റ്റൺ ഇവിടെ നിന്നിട്ടല്ലേ തിരിച്ചു പോകത്തുള്ളൂ. ഇവിടെ വരെ പിസ്റ്റൺ വന്ന് നിന്നതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. സോ നിൽക്കുമ്പം വെലോസിറ്റി 0 ആണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മാക്സിമം വെലോസിറ്റി ഇവിടുന്ന് അതിന് സ്പീഡ് കൂടാൻ തുടങ്ങും. സ്പീഡ് കൂടുമ്പോഴത്തേക്ക് കൂടുതൽ വെള്ളം ഇതുവഴി കയറാൻ വരും അല്ലെ. ഇപ്പം ഫസ്റ്റ് ഹാഫ് ആക്സിലറേഷനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സ്ട്രോക്കിന്റെ ഫസ്റ്റ് ഹാഫ് സ്പീഡ് കൂടി പോകുന്നു, അതെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്. സെക്കൻഡ് ഹാഫ് മാക്സിമം വെലോസിറ്റിയിൽ നിന്ന് 0ലോട്ട് വരുന്നു, അതിനെ നമ്മൾ പറയുന്ന റിട്ടാർഡേഷൻ എന്നാണ്. ഫസ്റ്റ് ഹാഫ് ആക്സിലറേഷനും സെക്കൻഡ് ഹാഫ് റിട്ടാർഡേഷനും ആണ്. ഓക്കെ, അന്നേരം പിസ്റ്റൺ ഫസ്റ്റ് ഹാഫ് ആക്സിലറേഷൻ ആയതുകൊണ്ട് ഇതുവഴി കൂടുതൽ വെള്ളം കയറി വരും. വെലോസിറ്റി കൂടുന്നത് കൊണ്ട് കൂടുതൽ വെലോസിറ്റിയിൽ വെള്ളം കയറി വരും. അന്നേരം ഇവിടെ ആക്ട് ചെയ്യുന്ന മീൻ വെലോസിറ്റി ഉണ്ട്, ഒരു മീൻ വെലോസിറ്റി. ആ മീൻ വെലോസിറ്റിയെ കാട്ടി കൂടുതൽ വെള്ളം കയറി വരുമ്പോഴത്തേക്ക് അതിന് പോകാനായിട്ടൊരു ഇടം കാണത്തില്ല. അന്നേരം ആ എക്സസ് ആയിട്ട് വരുന്ന വെലോസിറ്റിയിൽ മീൻ വെലോസിറ്റിയിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഇതുവഴി പോയി ഇതിന്റെ അകത്തുള്ള എയറിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്യും. ഓക്കെ, ഇവിടം വരെ നിന്ന് ഇതായിരുന്നെങ്കിൽ ഇത് എയറിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്യും, എയർ അങ്ങ് കംപ്രസ്ഡ് ആവും. ഓക്കെ,
അന്നേരം ഫസ്റ്റ് ഹാഫിലാണ് ശരിക്കും വെള്ളം കയറി വരുന്നത്. അന്നേരം മാക്സിമം വെലോസിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇനി പോയി ഈ എൻഡിൽ നിൽക്കണം. ഇവിടുന്ന് മൂവ് ചെയ്ത് പാതി വരെ എത്തിയപ്പോഴത്തേക്ക് വെലോസിറ്റി കൂടി വന്നു, വെലോസിറ്റി കൂടി പോയി. എന്നിട്ട് പക്ഷെ സെക്കൻഡ് ഹാഫിൽ എന്താ പറ്റിയത്? വെലോസിറ്റി കുറഞ്ഞു വരുവാണ്. കുറഞ്ഞു വരുമ്പം വെള്ളം കയറി വരുന്ന ക്വാണ്ടിറ്റിയും കുറയും. വെള്ളം കയറി വരുന്ന ക്വാണ്ടിറ്റി കുറയുമ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറും കുറയും. പ്രഷർ കുറയുമ്പോൾ എന്ത് പറ്റുക? അന്നേരം ഈ കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന എയറിന്റെ പ്രഷറിനെക്കാട്ടി കുറയുമ്പോൾ എന്ത് ചെയ്യും? ഈ എയർ തിരിച്ച് വെള്ളത്തിനെ പ്രസ് ചെയ്ത് ഇതുവഴി വിടും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഹാഫ് ആക്സിലറേഷൻ, പിസ്റ്റണിന്റെ ഫസ്റ്റ് ഹാഫ് ഇവിടെ തൊട്ട് ഇതിന്റെ പാതി വരെ ആക്സിലറേഷൻ, സ്പീഡ് കൂടുന്നത് കാരണം ശരിക്കും വെള്ളം കയറി വരും. ആ സമയത്ത് എക്സസീവ് പ്രഷർ ഇവിടെ ഫോം ചെയ്യും. എക്സസീവ് വാട്ടറിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ എക്സസീവ് പ്രഷർ ഇവിടെ ഫോം ചെയ്യും. ആ പ്രഷർ നേരെ എയർ വെസലിലോട്ട് ഡൈവേർട്ട് ചെയ്ത് അവിടെ നമ്മൾ എയറിനെ അങ്ങ് കംപ്രസ് ചെയ്യും, ഇതിന്റെ അകത്തിരിക്കുന്ന എയറിനെ അങ്ങ് കംപ്രസ് ചെയ്യും. സെക്കൻഡ് ഹാഫിൽ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് വെലോസിറ്റി കുറഞ്ഞു വരുന്നത് കാരണം എന്ത് ചെയ്യും? ഇവിടുത്തെ പ്രഷർ കുറയും, കുറച്ച് വെള്ളമേ കയറി പോകത്തുള്ളൂ. ഇവിടുത്തെ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഈ എയർ പ്രഷർ അതിനെക്കാട്ടി കൂടുതലായിരിക്കും. ആ എയർ തിരിച്ച് വെള്ളത്തിനെ പ്രസ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വിടും. ഫസ്റ്റ് ഹാഫിൽ വെള്ളം കയറിപ്പോവും, സെക്കൻഡ് ഹാഫിൽ വെള്ളം ഇറങ്ങി വരും. ഫസ്റ്റ് ഹാഫിൽ ഇവിടെ പ്രഷർ കൂടുക കാരണം വെള്ളം കയറിപ്പോയി എയറിനെ കംപ്രസ് ചെയ്യും. സെക്കൻഡ് ഹാഫിൽ ഇവിടുത്തെ പ്രഷർ കൂടിയത് കാരണം ആ എയർ തിരിച്ച് വെള്ളത്തിനെ പ്രസ് ചെയ്ത് കളയും. ഡെലിവറിയിലും ഇതേ കാര്യം സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി സ്ട്രോക്കിൽ ഇതാ ഇവിടെ നോക്കുക. ഡെലിവറി സ്ട്രോക്കിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞുതരാം. ഡെലിവറി സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ പിസ്റ്റൺ ഈ ODC-ന്ന് IDC-യിലോട്ടായിരിക്കും മൂവ് ചെയ്യുക. ODC-ന്ന് IDC-യിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുക? ODC-ന്ന് IDC-യിലോട്ട് മൂവ് ഫസ്റ്റ് 90 ഡിഗ്രി ഓഫ് ദ ക്രാങ്ക് റൊട്ടേഷൻ വെലോസിറ്റി കൂടി പോകുന്ന പ്രോസസ്. സീറോ വെലോസിറ്റിയിൽ നിന്ന് മാക്സിമം വെലോസിറ്റിയിലോട്ട് എത്തി. അന്നേരം എന്ത് കൂടുതൽ വെള്ളം ഇറങ്ങിപ്പോകും. അന്നേരം ഈ വെള്ളത്തിനെല്ലാം കൂടെ പോകാനുള്ള സ്പേസ് അവിടെ ഇല്ല. എക്സസ് വാട്ടർ അന്നേരം എന്ത് ചെയ്യും? എക്സസ് പ്രഷേർഡ് വാട്ടർ പോയി ഇവിടെ പോയി ഇതിന്റെ അകത്തുള്ള എയറിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്യും. ഇനി സെക്കൻഡ് ഹാഫിൽ റിട്ടാർഡേഷൻ ആണ്, വെലോസിറ്റി കുറഞ്ഞ് സീറോയിലോട്ട് വരുവാണ്. സോ വെള്ളം പോകുന്ന ക്വാണ്ടിറ്റി കുറയും. വെള്ളം പറയുന്ന ക്വാണ്ടിറ്റി കുറയുമ്പോൾ ഇവിടുത്തെ പ്രഷറും കുറയും. പ്രഷർ കുറയുമ്പോൾ എന്ത് പറ്റുക? ഈ എയർ പ്രഷർ അതിനെക്കാട്ടി കൂടുതലേക്ക് ആ എയർ വെള്ളത്തിന് തിരിച്ച് തള്ളിവിടും. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും വർക്കിംഗ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതിന്റെ കാരണം ഇതില് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരണമെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ വർക്കിംഗ് വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അന്നേരം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് സെപ്പറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കാനുണ്ട്. എന്ന് വെച്ചാൽ ക്യാവിറ്റേഷൻ, അത് നമുക്ക് ഇനി വരുന്ന മൂന്നാമത്തെ ക്ലാസ്സിലും കണ്ടാണ് ഈ ക്യാവിറ്റേഷനെ പറ്റി പറയുന്നത്. ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പമ്പ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. അന്നേരം അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യും. അന്നേരം സെപ്പറേഷൻ കാരണം ക്യാവിറ്റേഷൻ ഉണ്ടാവും. ക്യാവിറ്റേഷൻ എന്താണെന്ന് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഇപ്പോഴേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അന്നേരം ക്യാവിറ്റേഷൻ കാരണം ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷനെ റെഡ്യൂസ് ചെയ്യും. പമ്പിന് ഹൈ സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റും. ഫ്രിക്ഷൻ വർക്കിനെ കുറയ്ക്കും. ഇനി ലെങ്ത് ഓഫ് ദി സക്ഷൻ പൈപ്പ് അത് എന്ത് ചെയ്യാൻ പറ്റും? ഇച്ചിരി കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഈ ഒരു എയർ വെസൽ വെച്ച് കഴിഞ്ഞാൽ. സക്ഷൻ സൈഡിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഡെലിവറി സൈഡിലെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എമൗണ്ട് ഓഫ് വർക്ക് സേവ്ഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എയർ വെസൽ ഇല്ലായിരുന്നെങ്കിൽ ആ പ്രഷർ നമുക്ക് എക്സ്ട്രാ, ഇവിടെ നമ്മൾ എയർ വെസൽ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എക്സ്ട്രാ പ്രഷർ ഇവിടെ വരുമ്പോൾ അത് ലോസ് ആയിട്ട് പോകത്തില്ല. അത് പോയി എയറിനെ കംപ്രസ് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇവിടെ പ്രഷർ പറയുമ്പോൾ അത് തിരിച്ച് റിട്രാക്ട് ചെയ്യുന്നില്ല. സോ അത്രയും ലോസ് അല്ലേ നമുക്ക് അവിടെ വരുന്നത്. സോ ഒരു ലാർജ് പവർ സേവിങ് പറ്റും. പിന്നെ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഡിസ്ചാർജ്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കോൺസ്റ്റന്റ് ഡിസ്ചാർജ് കിട്ടും. പിന്നെ ഇതും ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ആക്സിലറേഷൻ ഹെഡിനെ കുറയ്ക്കും. അത് ഞാൻ പറഞ്ഞില്ല. ആക്സിലറേഷൻ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, മീൻ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ റിട്ടാർഡേഷൻ വരുന്നത്. അന്നേരം ഈ എയർ വെസൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയി. എയർ വെസൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഫ്ലോ നടക്കും. അധികം ഇങ്ങനെ വേരിയേഷൻ കാണത്തില്ല, വലിയ വേരിയേഷൻ കാണത്തില്ല. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നടക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതുവഴി നമുക്ക് ഈ ആക്സിലറേഷൻ ഹെഡിനെ കുറയ്ക്കാൻ പറ്റും. അന്നേരം അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ആക്സിലറേഷൻ ഹെഡിനെ കുറയ്ക്കാൻ പറ്റും. സെപ്പറേഷൻ നടക്കത്തില്ല. പമ്പിന് ഹൈ സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റും. ഫ്രിക്ഷണൽ വർക്കിനെ കുറയ്ക്കും. സക്ഷൻ പൈപ്പിന്റെ ലെങ്തിനെ കൂട്ടാൻ പറ്റും.
കുറെ എമൗണ്ട് ഓഫ് എനർജി സേവ് ചെയ്യും, യൂണിഫോം ഡിസ്ചാർജ് പോസിബിൾ ആണ്. ഇതില് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിലാണ് എയർ വെസൽ വെക്കുകയാണെങ്കിൽ അത് എത്ര ശതമാനം വർക്ക് സേവ് ചെയ്യും? 84.8. ഇമ്പോർട്ടന്റ് വാല്യൂ ആണ്, 84.8. അതേസമയം ഇത് തന്നെ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വെക്കുകയാണെങ്കിൽ അത് 39.2% സേവ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ പറ്റി പറയാനുള്ളത്. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ പറഞ്ഞ് നമ്മൾ സെൻട്രിഫ്യൂഗലിലോട്ട് പോവുക. ഓക്കെ, 84.8%. സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ സിംഗിൾ ആക്ടിങ്ങിലാണ് കൂടുതൽ സേവ് ചെയ്യുന്നത്. കാരണം സിംഗിൾ ആക്ടിങ്ങിലാണ് റെസിപ്രോക്കേറ്റിംഗ്, ഡബിൾ ആക്ടിങ്ങിലാകുമ്പോഴേ രണ്ട് സൈഡും പിസ്റ്റൺ, രണ്ട് സൈഡും വാട്ടർ ഫ്ലോ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഓഫ് ഫ്ലോയ്ക്ക് വലിയ പ്രശ്നം വരത്തില്ല. അന്നേരം അവിടെ കുറച്ച് എനർജിയെ സേവ് ചെയ്യത്തോളൂ. അങ്ങനെ ആലോചിച്ചാൽ വാല്യൂ എഴുതിയെടുത്തോ. സിംഗിൾ ആക്ടിംഗ് ആണ് 84.8, ഡബിൾ ആക്ടിംഗ് ആകുമ്പോൾ 39.2. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ്. വോളറ്റൈൽ ലിക്വിഡ്സിനെ പമ്പ് ചെയ്യാൻ പറ്റും. വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേപ്പർ ആകാൻ ചാൻസ് ഉള്ള ലിക്വിഡിനാണ് നമ്മൾ വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അന്നേരം വോളറ്റൈൽ ആയിട്ടുള്ള നമ്മളെ പെട്രോൾ പമ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പുകളാണ് കേട്ടോ. വോളറ്റൈൽ പമ്പ് കൂടുതലായിട്ട് പെട്രോൾ പമ്പില് അത് കണക്കുള്ള പമ്പ് നമ്മള് ഡീസല് അതൊക്കെ പമ്പ് ചെയ്യാനായിട്ട് അവിടെ മെഷീനിൽ പോയിട്ട് നമ്മള് വണ്ടിയിൽ ഫില്ല് ചെയ്യത്തില്ല. അന്നേരം അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. can ability to handle large portion of ideal and volatile and hot liquids. Then കാർഗോ സ്ട്രിപ്പിംഗ് പമ്പായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. കാർഗോ സ്ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഓയിൽ പമ്പായിട്ട് യൂസ് ചെയ്യാം. കെമിക്കൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് ടാങ്കേഴ്സ് ഫില്ല് ചെയ്യാം, കെമിക്കലും ഗ്യാസ് ടാങ്കേഴ്സും ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞത് ബോയിലറിൽ ഫീഡ് വാട്ടർ പമ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? പൾസേറ്റഡ് ആയിട്ട് ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതില് എപ്പോഴും ഒരു റിലീഫ് വാൽവിന്റെ ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പിസ്റ്റൺ ഇതിന് അസംബ്ലി ഒക്കെ അല്ലേ, എവിടെങ്കിലും ബ്ലോക്ക് വന്ന് സക്ഷൻ വാൽവോ ഡെലിവറി വാൽവോ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ പൈപ്പ് എല്ലാം ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതില് റിലീഫ് വാൽവ് മസ്റ്റ് ആണ്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ വാൽവും അതും ഇതും എല്ലാം കൂടി ഇരിക്കുന്നത് കൊണ്ട് വാൽവ്, എയർ വെസൽ ഇതെല്ലാം കൂടി ഇരിക്കുന്നതുകൊണ്ട് ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇതിന്. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടാണ്. പിന്നെ കൺസ്ട്രക്ഷനും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ കേട്ടോ. ഫ്ലക്ച്വേറ്റഡ് ഫ്ലോ ആണ്. റിലീഫ് വാൽവ് വേണം ഈ സിസ്റ്റത്തിൽ, എപ്പോഴും റിലീഫ് വാൽവ് വേണം. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, കുറെ കമ്പോണൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ. ഇത് ക്ലോസിങ്, ഓപ്പണും ക്ലോസും ഒക്കെ, വാൽവുകൾ എപ്പോഴും ഓപ്പണും ക്ലോസും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ വാൽവൊക്കെ ജാം ആകാം, ജാം ആവാം, അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിൻ്റെനൻസ് കോസ്റ്റും കൂടുതലാണ് ആക്ച്വലി ഈ പമ്പിനൊക്കെ. ഓക്കെ, ഇത്രയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ പറ്റി നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇനി സെൻട്രിഫ്യൂഗൽ പമ്പിലോട്ട് കയറുവാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ മൊത്തം പോർഷൻ നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു 9-20 വരെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി MCQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് നമുക്ക് സെൻട്രിഫ്യൂഗലിലോട്ട് പോവാം. ഹലോ, ഓക്കെ, ആരോ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഡിസ്റ്റർബൻസ് വരുന്നു. ഓക്കെ, അന്നേരം നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിലോട്ടാണ് പോകുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ, പമ്പ്, ഓക്കെ, അതിന്റെ റെസിപ്രോക്കേറ്റിംഗിന്റെ പല ടൈപ്പ്, അതിൽ കുറച്ച് കാര്യങ്ങൾ, എയർ വെസൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി ആർ ഗോയിങ് ടു സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇത് റോട്ടോഡൈനാമിക് പമ്പിന്റെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറഞ്ഞ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. അന്നേരം ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ആക്ച്വലി വർക്കിംഗ് പ്രിൻസിപ്പിളെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചരട് ഉണ്ട്. ആ ചരടിന്റെ എൻഡിൽ ഞാനൊരു എന്തോ ഒരു കമ്പോണന്റ്, ഒരു ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോണന്റ് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ
വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ കറക്കുവാന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്റെ സ്പീഡ് കൂടുന്തോറും എന്താ സംഭവിക്കുക, ഈ ബോള് ഹൈറ്റിലോട്ട് ഉയരാൻ തുടങ്ങും. വെച്ചാൽ ഇതിന്റെ സെന്ററിൽ നിന്ന് ഹൈറ്റ് ഉയരുകയും ചെയ്യും, ഈ സെന്ററിൽ നിന്ന് എവേയിലോട്ട് പോകാനായിരിക്കും അതിന്റെ ടെൻഡൻസി. അതാണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ പ്രത്യേകത. നമ്മളൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു കമ്പോണന്റിന് കൊടുത്തുവാണെങ്കിൽ ഇറ്റ് മൂവ് ഇൻ എ സർക്കുലർ മോഷൻ. ഇതൊരു സർക്കുലർ മോഷനില് ഇപ്പൊ ഞാനൊരു കമ്പിലാണ് ഇത് കെട്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സർക്കുലർ മോഷനിൽ ഇത് മൂവ് ചെയ്യും. ഓക്കെ, ഈ ബോള് ഇതാണ് നമ്മുടെ ബോളെങ്കിൽ ഈ ബോള് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യും. ബട്ട് ഈ കമ്പിൽ നിന്ന് ഇതെന്തായാലും ബ്രേക്ക് ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് സെൻട്രൽ നിന്ന് ഇതിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന സെൻട്രൽ നിന്ന് ഗോ എവേ ഫ്രം ദ സെൻറ്റർ ആവാനാണ് ശ്രമിക്കുക. അതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒബ്ജക്ട് ഓർ എ മെറ്റീരിയൽ മൂവ് ഇൻ എ സർക്കുലർ പാത്ത് ബൈ കോസിങ് ഇറ്റ് പുള്ളിങ് എവേ ഫ്രം ദ സെൻട്രൽ ആക്സിസ്. ഏതൊരു സാധനവും നിങ്ങളൊരു കമ്പെടുത്ത് കമ്പില് എന്തെങ്കിലും കെട്ടിയിട്ട് ഇങ്ങനെ കറക്കി നോക്കുക, അല്ലെങ്കിൽ ടാഗില് ഒരു റോപ്പിൽ എന്തെങ്കിലും കെട്ടിയിട്ട് ഇങ്ങനെ കറക്കി നോക്കുക. നമ്മൾ കൈ വിടുമ്പോൾ അത് സെൻട്രിൽ നിന്ന് എവയിലോട്ടല്ലേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ദേഹത്തോട്ട് വന്നിട്ടിക്കോ. അതിന്റെ എൻഡ് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഹത്തോട്ട് സെൻട്രിൽ നിന്ന് പോയിട്ട് വന്നിട്ടിക്കുമായിരിക്കും. അന്നേരം ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ വർക്കിംഗ് ഞാനൊന്ന് പറഞ്ഞുതരാം. വർക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം അതിന് മുമ്പേ നമുക്ക് ഇതിന്റെ മെയിൻ പാർട്ടുകളൊന്ന് അതിന്റെ ക്ലാസിഫിക്കേഷനുകളും ഇതിന്റെ പാർട്ടും ഒന്ന് മെയിൻ പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മെയിൻ പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് സെൻട്രിഫ്യൂഗൽ പമ്പ് ആകുമ്പോൾ നമ്മൾ റോട്ടോഡൈനാമിക് ആന്ന് പറഞ്ഞല്ലോ. റോട്ടോഡൈനാമിക് ആകുമ്പോൾ റോട്ടോഡൈനാമിക് പമ്പിൽ റൊട്ടേറ്റിംഗ് എലമെന്റ് കാണുമല്ലോ. ആ റൊട്ടേറ്റിംഗ് എലമെന്റിന്റെ പേരാണ് ഇംപെലർ. സോ ഇംപെലർ വിത്ത് ദ കേസിംഗ് ആണ് ഇതിലെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇംപെലർ വിത്ത് കേസിംഗ്, ഇംപെലർ വിത്ത് കേസിംഗ്. ഓക്കെ, ഇംപെലറും കേസിംഗിനുമാണ് ആദ്യത്തെ പാർട്ട്. ആ ഇംപെലറിലോട്ട് ഇംപെലറിന്റെ ഐയിലോട്ട് ഇതാണ് ഇംപെലറിന്റെ ഐ എന്ന് വെച്ചത്. 3D വ്യൂവിൽ കാണാം. ഇതാണ് നമ്മുടെ റൊട്ടേറ്റിംഗ് എലമെന്റ് ആയി ഇംപെലർ. ഇംപെലറിന്റെ ഐ ആണ് ഈ ഒരു ഭാഗം. അവിടോട്ടാണ് എന്ത് വന്ന് കയറുന്നത്, സക്ഷൻ പൈപ്പ് വന്ന് എൻറ്റർ ചെയ്യുന്നത്. ഐ ഓഫ് ദി ഇംപെലറിലോട്ടാണ് സക്ഷൻ പൈപ്പ് വന്ന് കണക്ട് ആയത്. ഐ ഓഫ് ദി ഇംപെലറിലോട്ടാണ് സക്ഷൻ പൈപ്പ് വന്ന് കണക്ട് ആക്കുന്നത്. ഓക്കെ, അന്നേരം ഇനി കേസിംഗിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പൈപ്പിനെ പറയുന്ന പേരാണ് ഡെലിവറി പൈപ്പ്. ഓക്കെ, കേസിംഗിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പൈപ്പിനെ പറയുന്ന പേരാണ് ഡെലിവറി പൈപ്പ്. ഒരു ഇമ്പോർട്ടന്റ് പാർട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇംപെലർ വിത്ത് കേസിംഗ്, സക്ഷൻ പൈപ്പ്. ഈ സക്ഷൻ പൈപ്പിന്റെ എൻഡിൽ ഒരു ഫൂട്ട് വാൽവ് കാണും, ഫൂട്ട് വാൽവ് വിത്ത് സ്റ്റെയിനർ കാണും. ഓക്കെ, അന്നേരം സക്ഷൻ പൈപ്പിന്റെ എൻഡിൽ ഒരു ഫൂട്ട് വാൽവ് വിത്ത് സ്റ്റെയിനർ കാണും. ഇനി ഡെലിവറി വാൽവ് ഈസ് കണക്റ്റഡ് ടു ദ ഓവർ ഹെഡ് ടാങ്ക്. ഇനി കേസിംഗും ഡെലിവറി വാൽവ് വഴി എന്ത് ചെയ്യും, ഒരു ഓവർ ഹെഡ് ടാങ്കിലോട്ട് കണക്ട് ചെയ്യും. അവിടെ ഓക്കെ, ഇമ്പോർട്ടന്റ് പാർട്ടുകൾ പറഞ്ഞല്ലോ. ഈ ഐ ഓഫ് ദി ഇംപെലർ ഇവിടോട്ടാണ് നമ്മൾ ഈ സക്ഷൻ പൈപ്പ് വഴി സക്ഷൻ പൈപ്പാണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്താക്കുന്നത്, നമ്മളെ സമ്പിലോട്ട് വെച്ചാൽ കിണറിലോട്ട് നമ്മൾ ഇട്ടാക്കുന്നതിനാണ് നമ്മൾ സമ്പ് പാർട്ട് എന്ന് പറയുന്നത്. അതാണ് സക്ഷൻ പൈപ്പ്. ഈ സക്ഷൻ പൈപ്പിന്റെ എൻഡിൽ ഒരു ഫൂട്ട് വാൽവ് കാണും. ഈ ഫൂട്ട് വാൽവിന്റെ പ്രത്യേകത അതൊരു വൺ വേ വാൽവ് ആണ്. വൺ വേ വാൽവ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുന്നു. വെച്ചാൽ സമ്പിൽ നിന്ന് വെള്ളം പൈപ്പിലോട്ട് മാത്രമേ കടത്തിവിടത്തുള്ളൂ. ഇതിന് എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്, വെള്ളം ഈ പൈപ്പിൽ തിങ്ങി നിൽക്കാതെ തിരിച്ചു പോകുന്നത്. അപ്പോഴാണ് അതിന് എന്ത് ചെയ്യുന്നത്, ഓവർഹോളിംഗ് വേണ്ടി വരുന്നത്. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കിണറ്റിൽ ഇറങ്ങിയിട്ട്, പണ്ടത്തെ പമ്പുകളാണെങ്കിൽ കിണറ്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫൂട്ട് വാൽവിന്റെ ആ ഭാഗം കട്ട് ചെയ്ത് മേലോട്ട് എടുത്ത് പൈപ്പ് മേലോട്ട് എടുത്തിട്ട് നമ്മൾ ഫൂട്ട് വാൽവ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പൈപ്പ് കട്ട് ചെയ്തിട്ട് മോട്ടറിനെ അങ്ങ് പൊക്കിയെടുക്കും. നമ്മൾ റോബിൽ കെട്ടി തൂക്കിയല്ലേ ഇടുന്നത്, അവിടെ പൊക്കിയെടുക്കുന്നത് രണ്ട് കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ സബ്മേഴ്സിബിൾ പമ്പിൽ ആക്ച്വലി നമ്മൾ സ്റ്റെയിനർ ഫുട് വാൽവിന്റെ ആവശ്യമുള്ള വെള്ളത്തിൽ തന്നെ മുങ്ങിക്കുന്ന പമ്പുകളിലെ സബ്മേഴ്സിബിൾ പമ്പുകൾ എന്ന് പറയാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സബ്മേഴ്സിബിൾ പമ്പ് വരുന്നതേ ഉള്ളൂ. ഇത്രയും മനസ്സിലാക്കുക, ഈ ഒരു പഴയ ടൈപ്പ് സെൻട്രിക്കൽ പമ്പിന്റെ വർക്കിംഗ് ആണ് ഇപ്പം പറയുന്നത്. സബ്മേഴ്സിബിൾ അല്ല, പഴയ ടൈപ്പിലുള്ള ഇതില് സക്ഷൻ പൈപ്പ് വിത്ത് ഫുട് വാൽവ് കാണും. ഇനി ഒരു ഇംപെല്ലർ ആണ് റൊട്ടേറ്റിംഗ് മെമ്പർ. ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന കേസിംഗിനകത്താണ്. ഈ കേസിംഗ് എയർ ടൈറ്റ് കേസിംഗ് ആണ്, ഒരു എയർ ടൈറ്റ് കേസിംഗ് ആണ്. ഈ കേസിംഗിന്റെ ഡെലിവറി, കേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോല്യൂട്ട് ഷേപ്പിലാണുള്ളത്. ആ വോല്യൂട്ട് ഷേപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ നടക്കുന്നതാണ്. ഇവിടെ നോക്കി, ഇവിടെ തിക്നെസ് കുറവാണ്.
ഇവിടെ വന്നപ്പോൾ തിക്നെസ് കൂടി, ഇവിടെ തിക്നെസ് വീണ്ടും കൂടി. കണ്ട, ഇൻക്രീസിങ് ഏരിയ ഫോർമാറ്റിലാണ് ഈ ഏരിയ എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളത്തിന് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ഇൻക്രീസിങ് ഏരിയ ഫോർമാറ്റിലാണ് കേസിങ് ഡിസൈൻ ചെയ്താക്കുന്നത്. ഓലൂട്ട് കേസിംഗിൽ ഇത് പമ്പിൽ യൂസ് ചെയ്യേണ്ട ഏത് കേസിംഗ് ആണെങ്കിലും എപ്പോഴും ഫ്ലോ ഡയറക്ഷനിലോട്ട് ഏരിയ കൂടിയാണ് വരുന്നത്. ഓക്കെ, അന്നേരം ഇതിന്റെ വർക്കിംഗ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടുകളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അന്നേരം ആദ്യം തന്നെ അറിയേണ്ടത് ഐ ഓഫ് ദി ഇമ്പലർ. ഇതാണ് ഐ ഓഫ് ദി ഇമ്പലർ. ഇതാണ് നമ്മുടെ ഐ ഓഫ് ദി ഇമ്പലർ. ഈ ഐ ഓഫ് ദി ഇമ്പലർ ആണ് ഏതോട്ട് കണക്ട് ചെയ്താക്കുന്നത്? സക്ഷൻ പൈപ്പ് വിത്ത് എന്ത് സ്റ്റെയിനർ. ഇത് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ് എന്ന് വെച്ചാൽ പ്രൈം ചെയ്യണം. മോട്ടോർ ഓൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം പ്രൈം ചെയ്യണം. എപ്പോഴും നമ്മൾ പ്രൈം ചെയ്യേണ്ട ആവശ്യം വരാത്തത് ഈ ഫുഡ് വാൽവ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മൾ പമ്പ് ഓൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തൊരു പമ്പാണെങ്കിൽ ആ പമ്പ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൈം ചെയ്യണം. പ്രൈം ചെയ്യാനായിട്ട് ഇവിടെ ഒരു പൈപ്പ് പ്രൊവൈഡ് ചെയ്തേക്കാം. നോർമലി ഇവിടെ ഒരു പൈപ്പ് പ്രൊവൈഡ് ചെയ്താക്കാം. ഈ ഒരു പൈപ്പിൽ കൂടെ നമ്മൾ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഈ വെള്ളം ഒഴിക്കുന്നത് വഴി ഈ സക്ഷൻ പൈപ്പ് മൊത്തവും കേസിങ് മൊത്തവും ഡെലിവറി പൈപ്പിന്റെ ഒരു ചെറിയ ഭാഗം, കേസിങ് മൊത്തം നിറയണമെങ്കിൽ ഡെലിവറിയുടെ കുറച്ച് ഭാഗമുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ ഇവിടം വരെ വെള്ളം നിറയ്ക്കണം. ഇത്രയും ഭാഗത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് വഴി ഇതിന്റെ അകത്തുള്ള എയർ പാർട്ടിക്കിളിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ പ്രൈമിങ് ചെയ്യുന്നത് എയർ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ സക്ഷൻ പൈപ്പ് ആൻഡ് ഇമ്പല്ലർ ആൻഡ് ദ കേസിംഗ് ഫുൾ ഓഫ് എയറിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫുള്ള് വാട്ടർ ആക്കുക എന്നുള്ളൊരു പ്രോസസ് ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ പ്രൈം ചെയ്യണം. പ്രൈം ചെയ്യുന്നത് ഇതിന്റെ അകത്തുള്ള എയർ പാർട്ടിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്യാനും വെള്ളം എവിടെയൊക്കെ നിറയ്ക്കുക. ഇതൊരു വൺ വേ വാൽവ് ആയതുകൊണ്ട് വെള്ളം ഇവിടം വരെ നിൽക്കത്തുള്ളൂ. ഇത് ഒഴുകി അങ്ങ് താഴോട്ട് പോകത്തില്ല. ഇതൊരു വൺ വേ വാൽവ് അല്ല. ഇവിടെ അത് ലോക്ക് ചെയ്താക്കുക. ഇവിടെ നിന്നുള്ള വെള്ളത്തിനെ തിരിച്ച് കടത്തി വിടത്തില്ല. ഇത് തിരിച്ച് കടത്തി വിടത്തില്ല. ഇങ്ങോട്ടുള്ള ഫ്ലോ മാത്രമേ നടക്കത്തുള്ളൂ. കാര്യം ഈ ഫുഡ് വാൽവ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഫുഡ് വാൽവ് കംപ്ലൈന്റ് ആണെങ്കിൽ ഒഴിക്കുന്ന വെള്ളം അതേ കണക്ക് ഇറങ്ങി പൊക്കോണ്ടേയിരിക്കും. വെള്ളം അതി ഒരിക്കലും നിറയത്തുമില്ല. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഫുഡ് വാൽവിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരിക, അല്ലേ? അന്നേരം നമ്മൾ ആദ്യം പ്രൈം ചെയ്തിട്ട് നമ്മൾ ആരെ ഓണാക്കി? പ്രൈം ചെയ്തതിന് ശേഷം ഇവിടം വരെ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ആരെ ഓണാക്കി? നമ്മൾ മോട്ടോർ ഓണാക്കിയപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യും. ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം വെള്ളം ഇങ്ങനെ നിൽക്കുമല്ലേ, വെള്ളം നിറഞ്ഞു നിൽക്കുമല്ലേ, ഇവിടം വരെ വെള്ളം നിറഞ്ഞു നിൽക്കുമല്ലേ. എന്താ പറ്റുക? ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇമ്പലറിന്റെ കൂടെ ഉള്ള ഇമ്പലർ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഇമ്പലർ മൊത്തം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള വെള്ളം എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. വെള്ളം റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഐ ഓഫ് ദി ഇമ്പലർ ഈ ഭാഗം ഇവിടെ ഐ ഓഫ് ദി ഇമ്പലറിൽ ഒരു വാക്വം പ്രഷറിന്റെ റൊട്ടേഷൻ കാരണം ഇങ്ങനെ ഉള്ള വെള്ളത്തിനെല്ലാം സെൻട്രിൽ നിന്ന് എവയിലോട്ടല്ല ഇത് അടിച്ചു വിടുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഉള്ള എല്ലാ വെള്ളത്തിനെ നമ്മൾ വെളിയിലോട്ട് ഹൈ കൈനറ്റിക് എനർജി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന് കിട്ടുന്നത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൈ കൈനറ്റിക് എനർജി, അതിന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കിട്ടും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം, ഹൈ കൈനറ്റിക് എനർജി കിട്ടുന്നത് കാരണം, വെള്ളം എല്ലാം എവയിലോട്ട് മൂവ് ചെയ്യുന്നത് കാരണം ഈ ഐ ഓഫ് ദി ഇമ്പലറിൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. അന്നേരം വെളിയിലെ ടാങ്കിൽ എന്ത് പ്രഷറാ? പി അറ്റ്മോസ്ഫിയറാ. വെളിയിലെ ടാങ്കിൽ ഏതാണ്ട് ഇവിടെ ഈ ടാങ്കിൽ എന്ത് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇവിടെ എന്താണ്? ഐ ഓഫ് ദി ഇമ്പലറിൽ എന്താണ്? വാക്വം പ്രഷറാണ്. ഇവിടെ വാക്വം പ്രഷർ, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇവിടെ അല്ലേ ഹയർ പ്രഷർ. ഇവിടുന്ന് ഫ്ലോ എങ്ങോട്ട് നടക്കും? ഐ ഓഫ് ദി ഇമ്പലറിലോട്ട് നടക്കും. അന്നേരം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ വാക്വം പ്രഷറിനെ കാട്ടി വലിയ പ്രഷറാണ്. വാക്വം പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ താഴെയുള്ള പ്രഷറിനെയാണ് നമ്മൾ വാക്വം എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇപ്പൊ 1 ബാർ ആണെന്ന് വെച്ചോ. 1 ബാർ അല്ലെങ്കിൽ 1 × 10⁵ ന്യൂട്ടൺ പെർ mm അല്ലെ മീറ്റർ സ്ക്വയർ ആണെന്ന് വെച്ചാൽ ഇതിൽ താഴെയുള്ള പ്രഷർ ആണെങ്കിൽ നമ്മൾ അതിന്റെ വാക്വം എന്ന് പറയുന്നത്, നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അന്നേരം എപ്പോഴും നെഗറ്റീവ് പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്ന് ഫ്ലോ എപ്പോഴും എങ്ങോട്ട് നടക്കും? ലോ പ്രഷറിലോട്ട് നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം സമ്പിൽ നിന്ന് മൂവ് ചെയ്ത് എങ്ങോട്ടെത്തി? സമ്പിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടുന്ന് മൂവ് ചെയ്ത് അത് ഐ ഓഫ് ദി ഇമ്പലർ എത്തി. ഇനി ഐ ഓഫ് ദി ഇമ്പലർ എത്തിയ വാട്ടർ എന്ത് പറ്റി? ഇതങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഹൈ കൈനറ്റിക് എനർജി കിട്ടി. ഹൈ കൈനറ്റിക് എനർജി കിട്ടിയ വാട്ടറിന് എന്താ പറ്റുക? സെൻട്രിൽ നിന്ന് എവയിലോട്ട് പോകാൻ ശ്രമിക്കും. ഹൈ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഹൈ വെലോസിറ്റി കിട്ടി. അപ്പൊ സെൻട്രിൽ നിന്ന് എവയിലോട്ട് ആ വെള്ളം എല്ലാം പോയി എവിടെ ഇമ്പാക്ട് ചെയ്യും? ഈ
ഈ കേസിംഗിൽ ഇമ്പാക്ട് ചെയ്യും. എല്ലാ വെള്ളവും കൂടെ കേസിംഗ് വന്ന് ഇമ്പാക്ട് ചെയ്ത് അവിടെ അതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്യും. എല്ലാ വെള്ളവും കൂടെ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇൻക്രീസിങ് ഏരിയയിലിട്ട് അതിന്റെ ഫ്ലോ നടക്കാനായിട്ടാണ് നമ്മൾ ഏരിയ കൂട്ടി കൊടുക്കുന്നത്. ഓരോ ഇടത്ത് വരുന്ന വെള്ളവും ഇതിന്റെ കൂടെ ചേർന്ന് ആഡ് ഓൺ ചെയ്ത് ഇങ്ങോട്ട് വരണം. അന്നേരം ഈ വാട്ടർ എല്ലാം കൂടെ കേസിംഗിൽ പോയി ഇടിക്കുമ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി കുറയുകയും അവിടെ അതിന് പ്രഷർ എനർജി റൈസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ വെള്ളത്തിന് ഇതെല്ലാം കൂടെ വന്ന് ഇങ്ങോട്ട് കേസിംഗ് ഇടിച്ചിടിച്ച് എല്ലാ വെള്ളം കൂടി തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാരണം അവിടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുന്നു, പ്രഷർ എനർജി ആയിട്ട് മാറുന്നു. അന്നേരം ഈ സിലിണ്ടർ കേസിംഗിന്റെ അകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കാട്ടി കൂടുതലായി ഫ്ലോ. അന്നേരം അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കാട്ടി കൂടുതലായിട്ടുള്ള ഫ്ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ അത് ലോ പ്രഷർ റീജിയനിലോട്ട് ഓവർ ഈ സക്ഷൻ വാൽവ് ക്രോസ് ചെയ്ത് ഓവർ ഹെഡ് ടാങ്കിലുള്ള പ്രഷർ എന്താ, പി അറ്റ്മോസ്ഫിയർ. ഇതിന്റെ അകത്ത് ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിനെ കാട്ടി വലിയൊരു പ്രഷർ ഇതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഹയർ പ്രഷറായി. അന്നേരം ഫ്ലോ ഇവിടുന്ന് എങ്ങോട്ട് നടക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള ഓവർ ഹെഡ് ടാങ്കിലോട്ട് നടക്കും. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഓക്കെ, അന്നേരം ഒന്നുകൂടെ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പെട്ടെന്ന് പറയുവാണ്. അന്നേരം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇമ്പലർ കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഓഫ് ദി ഇമ്പലറിൽ നെഗറ്റീവ് പ്രഷർ വരും. ആദ്യം പ്രൈം ചെയ്യണം. മൊത്തത്തിൽ പ്രൈം ചെയ്ത് വെള്ളത്തിനെ നിറച്ചു വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് നടക്കൂ. ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ മൊത്തത്തിൽ വെള്ളം നിറച്ചു വെക്കണം. ഇവിടെ വരെ വെള്ളം നിറച്ചു വെക്കണം. സക്ഷൻ പൈപ്പ് മൊത്തം, കേസിംഗ് ഇമ്പലർ മൊത്തം ഒരു പാർട്ട് ഓഫ് ദി ഡെലിവറി വാൽവ് വഴി വെള്ളത്തിനെ നമ്മൾ നിറക്കി വെച്ച് ഇതിനെ കറക്കുമ്പോഴത്തേക്ക് എല്ലാ വെള്ളം എവയിലോട്ട് പോകുമ്പോൾ ഓഫ് ദി ഇമ്പലറിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നതാണ് സമ്പിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വെള്ളം ഇവിടുന്ന് ഫ്ലോ ചെയ്ത് എവിടോട്ടെത്തി, ഇവിടുന്ന് ഫ്ലോ ചെയ്ത് സമ്പിൽ നിന്ന് ഫ്ലോ ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് എല്ലാം വെളിയിലോട്ട് നമ്മൾ ഹൈ കൈനറ്റിക് എനർജി കിട്ടും. അതെല്ലാം കേസിംഗിൽ പോയി ഇമ്പാക്ട് ചെയ്ത് ഹൈ പ്രഷർ എനർജി ആയിട്ട് മാറും. ഇതിന്റെ അകത്തുള്ള പ്രഷർ ഓഫ് വാട്ടർ വെരി ഹൈ ആണ്. അത് എങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ നോക്കും, ഓവർ ഹെഡ് ടാങ്കിലോട്ട് ഫ്ലോ ചെയ്യാൻ നോക്കും. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് കുറച്ച് MCQs കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ടോപ്പിക് പറഞ്ഞോ. കേസിംഗിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന് എങ്ങനെയാ ഹൈ പ്രഷർ കിട്ടുന്നത് എങ്ങനെയാണ്? അതിൽ ഹൈ പ്രഷർ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു കാര്യം എന്താ പറയാ, ഒരു ബോൾ എടുത്ത് നമ്മൾ ഭിത്തിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറിയുന്ന വെലോസിറ്റിയിലാണോ അത് തിരിച്ചു വരുന്നത്? എറിയുന്ന ഹൈ വെലോസിറ്റിയിൽ അത് ഇമ്പാക്ട് ചെയ്യുമ്പോൾ അതിന്റെ എന്ത് കുറയും, വെലോസിറ്റി. അവിടെ ഒരു എനർജി ലോസ് വരത്തില്ല. തിരിച്ചു വരുമ്പോൾ അതിന്റെ വെലോസിറ്റി കുറയത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടുന്ന് വെള്ളത്തിന് ഹൈ വെലോസിറ്റിയിൽ എടുത്ത് ഇങ്ങോട്ട് എറിയും. ഇത് പോയി ഇവിടെ ഇമ്പാക്ട് ചെയ്യും. ഇങ്ങനെ നോമസ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ആണ് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, വന്ന് ഇതിൽ ഇമ്പാക്ട് ചെയ്യുന്നത്. ആ ഇമ്പാക്ട് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ കൂടി ചേർന്ന് എന്ത് ചെയ്യും, ഇടിഞ്ഞ് ഞെരുങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ അത് ഞെരുങ്ങിയാണ് മൂവ് ചെയ്ത് വരുന്നത്. അന്നേരം എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി കുറവ് സംഭവിക്കുകയും അവിടെ ആ കൈനറ്റിക് എനർജി കുറവ് എന്തായിട്ട് മാറും, അതിന്റെ ഈ വെള്ളം എല്ലാം കൂടെ ഇടിഞ്ഞ് ഞെരുങ്ങിയാണ് കേസിംഗിൽ കൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് വരുന്നത്. അത് കാരണം വെള്ളത്തിന്റെ എന്തെന്ന് കൂടും, ആ കൈനറ്റിക് എനർജി ലോസ് എന്തായിട്ട് മാറും, പ്രഷർ എനർജി ആയിട്ട് മാറും. നമ്മൾ എല്ലാരും കൂടെ ഇടിഞ്ഞ് ഞെരുങ്ങി ഒരു ഡോറിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഉള്ള അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഇടിഞ്ഞ് ഞെരുങ്ങി ആ ഏരിയ ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, റിലീവ്ഡ് ആവും. ഇവിടെ വെലോസിറ്റി കൂടിയ ഇതിനെ സെന്ററിൽ നിന്ന് വലിച്ച് പുറത്തോട്ട് എറിയുമ്പോൾ അത് പോയി കേസിംഗിൽ ഇമ്പാക്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരും. ചേഞ്ച് വരുന്നതാണ് പ്രഷർ എനർജി റൈസ് ആയിട്ട് മാറുന്നത്. പ്രഷർ എനർജി റൈസ് ആയിട്ട് എങ്ങനെ മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെള്ളം, നമ്മളിപ്പോ ഒരു പാർട്ടിക്കിൾ അല്ല പറയുന്നത്, എല്ലാ സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ ത്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം സെന്ററിൽ നിന്ന് എവയിലോട്ട് ത്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം എല്ലാം കൂടെ ഞെരുങ്ങിയല്ലേ അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഞെരുങ്ങി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പ്രഷർ കൂടത്തില്ലേ? കൂടുമില്ലയോ? കൂടത്തില്ലേടോ? ഹലോ, കത്തിയോ? ഓക്കെ. അതിന്റെ സെന്റർ രണ്ടും മാറിയിരിക്കാനുള്ള കാരണം എന്താ സാറേ? എവിടെയാണോ? അതാ ഡയഗ്രത്തിന്റെ മിസ്റ്റേക്ക് ആട്ടോ. സെന്റർ കറക്റ്റ് ആണ് കേട്ടോ. അതാ ഈ 3D ഡയഗ്രത്തിൽ കാണിച്ച ഡയഗ്രത്തിൽ വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആട്ടോ. ഏത് കേസിംഗിന്റെയോ? അതെ. കേസിംഗ് അങ്ങനെ വെച്ചാലല്ലേ ഇൻക്രീസിംഗ് ഏരിയയിൽ വരത്തുള്ളൂ. അതാ കേസിംഗിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇൻക്രീസിംഗ് ഏരിയ കാരണമാണോ പ്രഷർ കൂടുന്നത്? അങ്ങനെ എന്നാലല്ലേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വരുന്ന എയറിനോട് നിൽക്കാനുള്ള സ്പേസ് കൊടുക്കണ്ടേ. ഇവിടുന്ന് കുറെ വാട്ടർ ഇവിടെ വന്ന് ഇവിടുന്ന് അതിനൊക്കെ വാട്ടർ വരുന്നില്ലേ എല്ലായിടത്തും. ഇവിടുന്ന് വന്ന വാട്ടർ ഫ്ലോ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് വരുന്ന വെള്ളത്തിന് നമുക്ക് നിൽക്കാനുള്ള സ്പേസ് കൊടുക്കണ്ടേ.
എങ്കിലല്ലേ അത് ഈവൻ ആയിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കയറി ജാം ആവത്തില്ലേ ഫ്ലോ ഏരിയ ഇല്ലെങ്കിൽ. പക്ഷെ സാറേ ഇവിടെ അതുകൊണ്ടാണോ ഫ്ലോ അതോ ഏരിയ നമ്മള് ഏരിയ കൂടി വരുന്നത് പ്രഷർ കൂടുന്നതാണോ? കാരണം ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പൊ ഈ ഏരിയ കൂടുമ്പോ കൂടി വരുന്നത് നാച്ചുറലി പ്രഷർ കൂടിയാണ് കൂടുമല്ലോ. അത് അതായത് മാക്സിമം എനർജി ഇൻക്രീസിങ് ലോസ് ഏരിയ. വരാതെ അത് പ്രഷർ റൈസ് ആയിട്ടൂടെ. അതെ, എടോ അത് നോർമൽ കേസിലല്ലേ പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്ന? ആ നോർമൽ കേസ് അല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത്. നമ്മളിപ്പം പറയും പ്രഷർ ഫോഴ്സ് എന്ന് വെച്ചാൽ പ്രഷർ, എന്താ പറയാ, പ്രഷർ എപ്പോഴും പറയുന്നത് നോർമൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. നോർമൽ ഫോഴ്സ് ആക്ടിങ് പെർ ഏരിയ. അപ്പൊ ഏരിയ കുറയുമ്പോഴല്ലേ ഫോഴ്സ് എന്താ വെച്ചാൽ പ്രഷർ കൂടുന്നത്. ഇപ്പൊ എല്ലാവർക്കും വരാവുന്ന ഇത് ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടും. അതാ സംഭവിക്കുന്നത്. പക്ഷെ അത് നോർമൽ സർഫസിലാണ് സംഭവിക്കുന്നത്. ഇത് അതല്ല, ഇതൊരു എന്താണ്, ഇതൊരു വോലൂട്ട് കേസിംഗ് ആണ്. ഒരു ബൗണ്ടറിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ബൗണ്ടറിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം എന്ത് ചെയ്തോണ്ടിരിക്കുക, ഇവിടെ ഒരു ഫിക്സഡ് ഏരിയയിലോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ. ഒരു ഫിക്സഡ് ഏരിയയിലോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഒരു ഫിക്സഡ് ഏരിയയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ലാർജ് ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ കുറവായിരിക്കും. സ്മോൾ ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്മോൾ ഏരിയ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. ലാർജ് ഏരിയയിൽ അതേ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ കുറവായിരിക്കും. ഇതല്ലേ കൺസെപ്റ്റ് ആക്ച്വലി. പക്ഷെ ഇവിടെ അങ്ങനല്ലല്ലോ സംഭവിക്കുന്നത്. ഇവിടെ ആ ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിന്റെ കൈനറ്റിക് എനർജി കൂട്ടുന്നു. ആ ന്യൂലി ആഡഡ് വാട്ടേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇവിടുന്ന് കുറച്ച് ഫ്ലോ ഇവിടെ എത്തി, ഇവിടുന്നും കുറെ ഫ്ലോ വെള്ളം ഇവിടെ വരുന്നുണ്ട്. ഓരോ സ്ഥലത്തും പുതിയ വെള്ളം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഒരു കോൺസ്റ്റന്റ് ഫ്ലോ അല്ലേ വെള്ളം വന്ന് ഇവിടെ ഇമ്പാക്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് കുറെ വെള്ളം വന്ന് ഇവിടെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ആ വെള്ളവും കറങ്ങി ഇവിടെ വരുന്നുണ്ട്. ഇവിടുന്നും പുതിയ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ഈ പുതിയ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏരിയ കൂടുന്നെങ്കിലും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയും കൂടെ കൂടുന്നുണ്ട്. അതും കൂടെ കൊണ്ടല്ലേ പ്രഷർ അവിടെ റൈസ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കുറച്ച് വെള്ളമേ ഇവിടെ സെൻട്രിൽ നിന്ന് എവയിലോട്ട് വന്നോളൂ. ആ വെള്ളവും കറങ്ങി ഇവിടെ വരുന്നുണ്ട്. ഇവിടുന്നും വെള്ളം വരുന്നുണ്ട്, അതും കറങ്ങി ഇവിടെ വരുന്നുണ്ട്. സോ ഇവിടുന്ന് എല്ലാം വരുന്ന വെള്ളം അക്യുമുലേറ്റ് ചെയ്താണ് അവിടെ എന്തായി മാറുന്നത്? ഇൻക്രീസിങ് ഏരിയയിലോട്ട് വരുന്നത്. ഇൻക്രീസിങ് ഏരിയ വരുമ്പോൾ നിങ്ങൾക്ക് നോർമൽ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രഷർ കുറയുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തു നിന്നും കൂടുതൽ വെള്ളം വന്ന് ആഡ് ആവുന്നത് കൊണ്ടാണ് ഇൻക്രീസിങ് ഏരിയ ആയിട്ട് കൂടി അവിടെ പ്രഷർ കൂടുന്നത്. മനസ്സിലായോ? സാറേ ഏരിയ കൂടുമ്പോൾ പ്രഷർ കൂടുകയല്ലേ ചെയ്യാ സാറേ? നമ്മളൊരു ഫോഴ്സ്, നമ്മൾ എപ്പോഴും ഫോഴ്സ് ബൈ ഏരിയ എന്നല്ലേ പറയുന്നത്. ഏരിയയുടെ വാല്യൂ നമ്മൾ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ്, നോർമൽ ഫോഴ്സ് ബൈ ഏരിയ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ 10 കിലോ ന്യൂട്ടൺ ഒരു 1 മീറ്റർ സ്ക്വയറിൽ അപ്ലൈ ചെയ്യുന്നു. ഞാനൊരു 10 മീറ്റർ സ്ക്വയറിൽ അപ്ലൈ ചെയ്യുന്നു. ഏതിലായിരിക്കും പ്രഷർ കൂടുതൽ? ഒരു 10 കിലോ ന്യൂട്ടൺ ഞാൻ എന്താണ്ട് 1 മീറ്റർ സ്ക്വയർ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10/1 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇത് ഞാൻ നോക്കേ, ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എവിടെ ആയിരിക്കും? കണ്ട, പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഇതേ പ്രഷർ തന്നെ 10/10 എന്താവും? 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. വെച്ചാൽ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുകയല്ലേ ചെയ്യേണ്ടത് ആക്ച്വലി. നിങ്ങൾ അങ്ങനെ ഒരു കൺസെപ്റ്റ്, നിങ്ങൾ ഈ ജനറൽ കൺസെപ്റ്റ് നിങ്ങൾ എപ്പോഴും ഈ ജനറൽ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ഈ ജനറൽ കൺസെപ്റ്റ് വെച്ച് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഈ കൺസെപ്റ്റ് അല്ല ഇവിടെ ആക്ച്വലി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഏരിയയും ബൗണ്ടറിയും വെച്ചിട്ടാണ്. അന്നേരം ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഇതാണ്ട്, ഇവിടെ കുറച്ച് വെള്ളം ആഡ് ആവുന്നുണ്ട്, ഇവിടെ നിന്ന് വെള്ളം വരുന്നു. അതേ കണക്ക് തന്നെ ഇവിടെ നിന്നും വെള്ളം വരുന്നുണ്ട്. ഇവിടെ വന്ന വെള്ളം കറങ്ങി ഇവിടെ വരുന്ന വെള്ളവും എല്ലാം ഫ്ലോ ചെയ്യുന്ന എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യുന്നത്. അവിടെ വന്ന വെള്ളം ഈ ചെറിയ ഏരിയയിൽ അതിന്റെ പ്രഷർ കുറച്ച് കൂടി. ആ പ്രഷർ കൂടിയ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്നും വെള്ളം അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുന്ന് എല്ലാന്നും പ്രഷറൈസ് ചെയ്യുന്ന, അവിടുന്ന് പ്രഷറൈസ്ഡ് ആയിട്ട് വെള്ളം ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ഉള്ള വെള്ളം വന്ന് അതിനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ വന്ന് പ്രഷറൈസ് ചെയ്യുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻക്രീസിങ് ഏരിയ അതിന്റെ ഫ്ലോ ഏരിയ കൊടുക്കുന്നുണ്ട്, പ്രഷർ കൂടാനുള്ള അവസരവും വരുന്നുണ്ട്. രണ്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഫ്ലോ ഏരിയ നമ്മൾ കൂട്ടി കൊടുക്കുന്നതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻക്രീസിങ് ഏരിയയിൽ കൊടുക്കുന്നത് കൊണ്ടാണ് പുതിയ വാട്ടറിന് ഇവിടുന്ന് ഓരോ എൻഡിൽ നിന്ന് വരുന്ന വാട്ടറിനും അവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യാനും അതിന്റെ പ്രഷർ കൂടാനും ഉള്ള സൗകര്യം കൊടുക്കുകയാണ്, ഒരു ഫെസിലിറ്റി കൊടുക്കുകയാണ് ആക്ച്വലി ആ ഇൻക്രീസ് ഏരിയ. അതേസമയം ഡിക്രീസിങ് ഏരിയ കൊടുത്താലോ ഈ ഒരു സംഭവം നടക്കൂ?
അത് ജാം ആകാനും നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഫ്ലോ നടക്കത്തില്ലല്ലോ. ഫ്ലോ നമുക്ക് ഇവിടുന്നതാണ് ഇങ്ങനെ കറങ്ങി മേലല്ലേ നടക്കേണ്ടത്. ഫ്ലോ എപ്പോഴും താണ്ട് ഇത് വന്ന് ഇറങ്ങി താണ്ട് ഇവിടുന്ന് ഫ്ലോ ഇങ്ങനെ കറങ്ങി ഇവിടോട്ടാ വരേണ്ടത്. ഇവിടെ ഇൻക്രീസിങ് ഏരിയ കൊടുക്കുന്നത് ന്യൂലി ആഡഡ് വാട്ടറിനെ അക്യുമുലേറ്റ് ചെയ്ത് അതിനും കൂടെ പ്രഷർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി. അല്ലാതെ പ്രഷർ കൂടുന്നു ഏരിയ കുറയുന്നു ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നോർമൽ കൺസെപ്റ്റ് അത് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇതൊരു കൺട്രോൾ വോളിയം സെറ്റപ്പ് ആണ്. ആക്ച്വലി ഒരു കൺട്രോൾ വോളിയം. ഹലോ, ക്ലിയർ ആയോ ഡൗട്ട്? ഇനിയുണ്ടോ പ്രശ്നം? ഹലോ, പോയോ? ഹലോ, നമുക്ക് MCQs ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇനി സാറേ ഒരു ഡൗട്ടും കൂടി ഉണ്ട്. പറഞ്ഞോളൂ. സാർ ഇവിടെ പ്രൈമിങ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പമ്പിങ് ആക്ഷൻ നടക്കില്ലേ? നടക്കൂല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വെള്ളം ഇല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ആകുമ്പോൾ അവിടുന്ന് വെള്ളം കയറി വരത്തില്ല. അതിന്റെ ഇടയ്ക്ക് എയർ നിൽക്കുമല്ലേ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള എയർ മുകളിലേക്ക് കയറി പോവില്ലേ? അപ്പോഴും അവിടെ ഒരു വാക്വം അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇമ്പല്ലർ അവിടെ വാട്ടർ ഇല്ലെങ്കിൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. എയർ മാത്രമേ പോകത്തുള്ളൂ, വെള്ളം കയറി വരത്തില്ല. വെള്ളം മൊത്തത്തിൽ നിറഞ്ഞു വന്നാലല്ലേ കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ വരത്തുള്ളൂ. വെള്ളത്തിന്റെ പാത്ത് ഉണ്ടെങ്കിൽ മാത്രമല്ല വെള്ളത്തിൽ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെ വെള്ളമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതിന് മൊത്തത്തിൽ വെള്ളമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ കാണിച്ചത് പ്രൈമിങ് ചെയ്തില്ലെങ്കിൽ എയർ മാത്രം എയർ പിടിക്കുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ. എയർ പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ എയർ ആണ്, എയർ മാത്രം മേളിൽ കയറി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇത്ര നമ്മളിപ്പോ പ്രൈം ചെയ്തില്ല, ഇവിടെ എയർ ആണ്, ഇവിടെ വെള്ളമാണെന്ന് വെച്ചോ അല്ലെ. ഇവിടെ ഒക്കെ മൊത്തം എയർ ആണ്. നമ്മളിത് കറക്കിക്കൊണ്ടുവന്ന് ഇവിടുന്ന് ഈ ഉള്ള എയർ കയറി വരും. പക്ഷെ വെള്ളം കയറി വരുമോ? വെള്ളം കയറി വരണമെങ്കിൽ വെള്ളത്തിൽ ഇവിടെ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളം ഫ്ലോ ചെയ്യണമെങ്കിൽ ഇത്രയും ഭാഗം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവിടെ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വഴി കയറി വരത്തോളൂ? ഇവിടുന്ന് ആ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചേഞ്ച് കാരണം ഇവിടുന്ന് വെള്ളം കയറി വരത്തോളൂ. ഇത്രയും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ ഇവിടെ കാലിയായിട്ടുണ്ടെങ്കിൽ എയർ കയറി വരും, പക്ഷെ വെള്ളം കയറി വരില്ല. ഇതെന്ന് വെച്ചാൽ ലോങ് പൈപ്പ് ആയിരിക്കും, വളരെ ലോങ് പൈപ്പ് ആയിരിക്കും. ഏകദേശം ഒരു 20-30 മീറ്റർ ഹൈറ്റ് ഉള്ള പൈപ്പ്. നമ്മൾ ഈ കാണിക്കുമ്പോൾ ചെറിയ പൈപ്പായിട്ട് തോന്നുന്നത് അത്രയും ലെങ്തിലുള്ള പൈപ്പിന്റെ എയർ മാത്രമേ കയറി വരത്തുള്ളൂ. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമല്ലേ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണക്ഷൻ കിട്ടി വെള്ളത്തിന് കണ്ടിന്യൂറ്റി കിട്ടി അത് കയറി വരത്തുള്ളൂ. വെള്ളം ഇത്രയും നിറഞ്ഞു നിന്നാൽ മാത്രമല്ലേ ഇവിടെ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളം നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഹൈ പ്രഷറുള്ള വെള്ളം ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണ്. ഇവിടെ നിൽക്കുന്ന വെള്ളം മൂവ് ചെയ്യുന്നത് കാരണമാണ് ഇവിടെ നിന്നുള്ള വെള്ളം അങ്ങോട്ട് കയറുന്നത്. അത് നടക്കണമെങ്കിൽ ആക്ച്വലി എന്ത് വേണം? വാട്ടർ മൊത്തത്തിൽ വേണം. പ്രൈമിങ് നടത്തിയില്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ആവും, മോട്ടർ കറങ്ങും, ഇമ്പലറും കറങ്ങും, എയറെ പിടിക്കത്തോളൂ, വെള്ളം കയറി വരത്തില്ല. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. നമുക്ക് സമയം കുറവാണ്, നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു 5 എണ്ണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റോട്ടോഡൈനാമിക് പമ്പ്. ഇതിൽ ഏതാണ് റോട്ടോഡൈനാമിക് പമ്പിന് എക്സാമ്പിൾ? റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, ഗിയർ പമ്പ്, ലോബ് പമ്പ്. ഏതാണ് റോട്ടോഡൈനാമിക് പമ്പിന് എക്സാമ്പിൾ? ഓപ്ഷൻ ബി ആണ്. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഇത് രണ്ടും റോട്ടറി ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. റോട്ടറി ആണ്, പക്ഷെ എന്താണ്? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് എന്താണ്? റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഓക്കെ, അന്നേരം റൈറ്റ് ആൻസർ ഈസ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, എയർ വെസൽ ഇൻ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് യൂസ്ഡ് ടു smoothen the flow, increase the pump efficiency, reduce the acceleration head to minimum, increase the pump head. ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉത്തരം. ഒന്നെങ്കിൽ സ്മൂത്തൻ ദ ഫ്ലോ, എനർജി സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഫ്രിക്ഷൻ ഹെഡ് ഓക്കെ, ആക്സിലറേഷൻ ഹെഡ് മിനിമം ആക്കുന്നു. മീൻ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഹെഡ് കുറയും. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഹെഡ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ മറ്റേ യൂണിഫോം ഫ്ലോയും അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വന്നത്. സ്മൂത്തൻ ദ ഫ്ലോ അല്ല, ഇൻക്രീസ് ദ പമ്പ് എഫിഷ്യൻസി അല്ല, പമ്പ് ഹെഡും അല്ല.
ആക്സിലറേഷൻ ഹെഡ് മിനിമം ആക്കുന്നു എന്നുള്ളതാണ് ആപ്റ്റ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് എയർ വെസൽ. സാർ ഹലോ. ഓക്കെ, പറഞ്ഞോ. സാർ സ്മൂത്ത് ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞാലും അവിടെ ഉദ്ദേശിക്കുന്നത് യൂണിഫോം ഫ്ലോ അല്ലേ? സ്മൂത്ത് ആൻഡ് ഫ്ലോ യൂണിഫോം ഫ്ലോ തമ്മിൽ വ്യത്യാസമുണ്ട്. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സെക്കൻഡിലുള്ള ഫ്ലോ റേറ്റ് കോൺസ്റ്റന്റ് ആക്കലാണ്. അത് സ്മൂത്തനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ടാണ്. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാല് നമുക്ക് യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞ് ഒരിതുണ്ട്. യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു ടൈം അത് സ്റ്റഡി ഫ്ലോ എന്ന് പറയും. സ്റ്റഡി ഫ്ലോ എന്ന് പറയും. അല്ലെങ്കിൽ യൂണിഫോം ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്ലോ ഏരിയ എടുക്കുകയാണെങ്കിൽ എല്ലായിടത്ത് പോയി നോക്കുമ്പോൾ അവിടെ വെലോസിറ്റി സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിഫോം ഫ്ലോ എന്ന് പറയും. അതും സ്മൂത്ത് ആൻഡ് ദ ഫ്ലോ സ്മൂത്ത് ആൻഡ് ദ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഫ്ലോയെ സ്മൂത്ത് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സർഫസ് ഒക്കെ ഫിനിഷ് ചെയ്ത് വെക്കുക. സർഫസ് ഫിനിഷ് ചെയ്ത് സർഫസ് റഫ്നെസ് കുറയ്ക്കുക. അതാണ് സ്മൂത്ത് ആൻഡ് ദ ഫ്ലോയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് സാധനങ്ങളാണ് കേട്ടോ. സ്മൂത്ത് ആൻഡ് ദ ഫ്ലോയെ സ്മൂത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈപ്പിന്റെ സർഫസ് ഇതുമെല്ലാം നല്ല സർഫസ് ഫിനിഷ് ആക്കി വെക്കണം. നല്ല സ്മൂത്ത് ഫ്ലോ കിട്ടും, ഫ്രിക്ഷൻ കുറയും. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഏരിയ, ഒരു ഫ്ലോ ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ മൊത്തം വെലോസിറ്റി സെയിം, മീൻ വെലോസിറ്റിയെ നമ്മൾ ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അന്നേരം ഈ യൂണിഫോം ഫ്ലോ ആക്കുന്നതിന്റെ റിസൾട്ട് ആണ് ആക്ച്വലി ആക്സിലറേഷൻ ഹെഡ് മിനിമം ആവുന്നത്. ഫ്ലോ യൂണിഫോം ആവുന്നത് കൊണ്ടാണ് അതിന്റെ റിസൾട്ട് ആണ് ആക്ച്വലി. നമുക്ക് അത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അങ്ങോട്ട് കാട് കയറാൻ. അതൊരു ബിടെക് ലെവലിലുള്ള എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ആക്സിലറേഷൻ ഹെഡ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ടു മിനിമം യൂണിഫോം ഫ്ലോ യൂണിഫോം ആകുമ്പോൾ ആക്സിലറേഷൻ കുറയും. അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. ഇൻഡയറക്ട്ലി യൂണിഫോം ഫ്ലോ തന്നെയാണ്. കുഴപ്പമുണ്ടോ? ഹലോ, ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്ക്. നമുക്കൊരു 5 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിർത്താം. എയർ വെസൽ, ഇത് നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാൻ പറ്റും. മെയിൻറ്റെയിൻ എയർ വെസൽ ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, മെയിൻറ്റെയിൻ യൂണിഫോം ഫ്ലോ റേറ്റ്, റെഡ്യൂസ് ഫ്രിക്ഷൻ ഹെഡ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവോ ബോത്ത് വരുമ്പോഴോ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കുക. യൂണിഫോം ഫ്ലോ ഉത്തരം ശരിയാണോ? ഫ്ലോ യൂണിഫോം ആക്കലല്ലേ എയർ വെസൽ ചെയ്യുന്നത്? ഫ്രിക്ഷനെ കുറയ്ക്കുമെന്നും നമ്മൾ അവിടെ പറഞ്ഞില്ലായിരുന്നോ? സോ അന്നേരം ഉത്തരം എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, നെക്സ്റ്റ് എയർ വെസൽ ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആർ ഇനിഷ്യലി ഫിൽഡ് വിത്ത്. ഇനിഷ്യലി അതിൽ നിറച്ചു വെച്ചാക്കുന്നത് എന്തായിരിക്കും? കംപ്രസ്ഡ് എയർ ആണോ, കംപ്രസ്ഡ് വാട്ടർ ആണോ, എയർ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ, വാട്ടർ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ? ഇനിഷ്യലി സിലിണ്ടറിന്റെ അകത്തുള്ള എയർ വെസലിന്റെ അകത്തുള്ള എയർ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഉള്ളത്. അത് നമ്മൾ ഫ്ലോ നടക്കുമ്പോഴാണ് അതിന്റെ അകത്തുള്ള എയർ എന്തായി മാറുന്നത്? കംപ്രസ്ഡ് ആയിട്ട് മാറുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുകൂടെ നോക്കാം. എയർ വെസൽ are fitted in a reciprocating pump to increase the discharge, increase the pressure, reduce cavitation, get uniform discharge. Option D ആണ് യൂണിഫോം.